നമസ്തേ. സൺഡേ ഡിബേറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇടിവെട്ടി ദുരിത പെയ്ത്തിലാണ് ഇടവപ്പാതി. കാലവർഷം ഇക്കുറി നേരത്തെ തന്നെ എത്തി. ഇന്ന് 14 ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ്. മിക്ക ജില്ലകളിലും മരങ്ങൾ വീണും മണ്ണിടിഞ്ഞും ഗതാഗതം തടസ്സപ്പെട്ടു. ഇടുക്കിയിൽ അന്യസംസ്ഥാന തൊഴിലാളിയായ സ്ത്രീ മരം വീണ് മരണപ്പെട്ടു. അറബിക്കടലിൽ വലിയ ചരക്ക് കപ്പൽ കടുത്ത തിരമാലയിൽ അകപ്പെട്ട് തകർന്നിരിക്കുന്നു. കപ്പലിലെ 24 പേരെയും രക്ഷപ്പെടുത്തി. കപ്പൽ പൂർണ്ണമായി മുങ്ങിക്കഴിഞ്ഞു. ഈ മണിക്കൂറിൽ സൺഡേ ഡിബേറ്റ് ചർച്ച ചെയ്യുകയാണ് ഇടിവെട്ട് ഇടവപ്പാതി. ദുരന്ത നിവാരണ വിദഗ്ധൻ ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ് നമുക്കൊപ്പമുണ്ട്. അതുകൂടാതെ കോഴിക്കോട് നിന്ന് അനഘ ഹർഷൻ, കൊച്ചി നേവൽ ആസ്ഥാനത്ത് നിന്ന് ജിജീഷ് കരുണാകരൻ, തിരുവനന്തപുരത്ത് നിന്ന് അഖിൽ പാലോട്ടുമഠവും ചേരുന്നു. ആദ്യം നമുക്ക് ദുരന്ത നിവാരണ വിദഗ്ധനായിട്ടുള്ള ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസിലേക്ക് പോകാം. ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ്, ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് നമ്മുടെ കേരളം. അവിടെ പക്ഷേ കാലാവസ്ഥാ വകുപ്പ് പറയുന്ന പ്രകാരം ഒന്നുമല്ല ഇപ്പോൾ വരുന്നത്. കാലാവസ്ഥാ വകുപ്പ് ഒരു കാര്യം പറയും, പക്ഷേ അതിനൊക്കെ തകിടം മറിച്ചുകൊണ്ട് കാലാവസ്ഥയിൽ വലിയ വ്യതിയാനങ്ങൾ വരുന്നു. ഇടവപ്പാതി എന്ന് പറയുന്നത് നമ്മൾക്കറിയാം, പണ്ടൊക്കെ നമ്മൾ ചെറുപ്പകാലങ്ങളിൽ സ്കൂളിൽ പോകുമ്പോഴാണ് ഇടവപ്പാതി മഴ വരുന്നത്. പക്ഷേ കടുത്ത വേനൽ അനുഭവപ്പെടേണ്ട മെയ് മാസത്തിൽ തന്നെ കാലവർഷം എത്തുകയാണ്. അങ്ങനെ ഈ കുറേ കാലമായി കേരളത്തിൽ കാലം തെറ്റിയാണ് കാലവർഷം. അപ്പോൾ ഈ കാലവർഷം ഇടവപ്പാതി ഒരു ദുരിതപ്പാതി ആയി മാറുകയല്ലേ ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ്? തീർച്ചയായും നമ്മൾ കഴിഞ്ഞൊരു 10-20 വർഷം പറയേണ്ട ഒരു 15 വർഷക്കാലം, 2000 മുതൽ ഒക്കെ ഇങ്ങനെ വന്ന് ഒരു 2010 ഒക്കെ ആയി കഴിഞ്ഞ് ഒരു 15 വർഷക്കാലത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് അതീവ ഗുരുതരമായ വ്യത്യാസത്തിലേക്കാണ് പോകുന്നത്. 19 വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ 20 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ മെയ് 24-ന് മഴ വരുന്നത്. സാധാരണ ഒരു ജൂൺ 1, പിന്നെ അത് ജൂൺ 5 അങ്ങനെയൊക്കെയാണ് കാലവർഷം. പിന്നെ മാത്രമല്ല, ഇപ്പോഴത്തെ കാലവർഷത്തിൻ്റെ ഒരു വലിയ ഈ വരുന്ന ഇടവപ്പാതിയുടെ വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ശക്തമായ കാറ്റ് വരുന്നുണ്ട്. തിരുവനന്തപുരത്തൊക്കെ അതിശക്തമായ കാറ്റാണ്. ഈ കാറ്റ് വന്നു കഴിഞ്ഞാൽ കറണ്ട് പോവുക, മരങ്ങൾ മുറിഞ്ഞു വീഴുക, അങ്ങനെ വലിയ അപകടങ്ങൾ വരും. ടെലിഫോൺ കണക്ഷൻ വിച്ഛേദിക്കപ്പെടുക, അങ്ങനെ വലിയ അപകടങ്ങൾ വരും. വാഹന അപകടങ്ങളൊക്കെ വരും കാറ്റ് വന്നു കഴിഞ്ഞാൽ. സ്കൂട്ടറിൽ ചെറിയ ബൈക്ക്, സ്കൂട്ടർ, ആട്ടോക്കാർക്കെല്ലാം ബുദ്ധിമുട്ടാണ്, വൻകിട വാഹനങ്ങൾ ഒഴിച്ച്. പിന്നെ അതുപോലെ തന്നെ ടാങ്കർ ലോറികൾ, അങ്ങനെ വലിയ പ്രശ്നമാണ്. അപ്പോൾ ഇതൊരു കാലവർഷത്തിൻ്റെ വലിയൊരു പെയ്ത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ട്. ഇപ്പം തന്നെ നോക്കൂ, ഇന്നത്തെ കണക്കെടുക്കുമ്പോൾ, ഇന്നത്തെ വരെയുള്ള കണക്കെടുക്കുമ്പോൾ 36% മഴയാണ് നമുക്ക് കൂടുതൽ കിട്ടിയിരിക്കുന്നത്. 387 മില്ലിമീറ്റർ മഴ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ ദിവസം വരെ. കഴിഞ്ഞ ഒരു മാർച്ച് 1 മുതൽ മെയ് 2 മാസത്തെ കണക്കെടുത്താൽ യഥാർത്ഥത്തിൽ 283.5 മില്ലിമീറ്റർ കിട്ടിയാൽ മതി. നമുക്ക് 36% കൂടുതൽ കിട്ടിയിരിക്കുകയാണ്. ലക്ഷദ്വീപിനാണെങ്കിൽ 44% കൂടുതൽ കിട്ടിയിരിക്കുകയാണ്. അതിൽ തന്നെ നോർമലായിട്ട് നിൽക്കുന്ന മഴ എന്ന് പറഞ്ഞാൽ അല്പം ഒരു 12% വരെ 15% വരെയൊക്കെ കൂടിയാലാണ് ഈ നോർമലായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ നോർമലായി നിൽക്കുന്നത് എന്ന് പറയുന്നത് തന്നെ 20% വരെ പറയാം. നോർമലായി നിൽക്കുന്ന 1, 2, 3 ജില്ല മാത്രമേ ഉള്ളൂ ഈ നോർമലായി നിൽക്കുന്നത്. ബാക്കി എല്ലാ ജില്ലകളും, ആലപ്പുഴ, അതുപോലെ തന്നെ എറണാകുളം, ഇടുക്കി, ഈ 3 ജില്ല. വേറെ വളരെ രസകരമായൊരു നിരീക്ഷണമുണ്ട്. ഇടുക്കിയിൽ നോക്കൂ, മഴ കുറയുകയാണ്. നല്ല ഹൈ റേഞ്ചാണ്, അവിടെ നല്ല മഴ വരേണ്ടതാണ്. പക്ഷേ ഇടുക്കിയിൽ മഴ കുറയുകയാണ്. മറ്റ് ജില്ലകളിൽ വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് കണ്ണൂർ, കോട്ടയം, കോഴിക്കോട് ജില്ലകളിൽ, അതുപോലെ തന്നെ മാഹിയിലുമൊക്കെ വളരെ വലിയ മഴയാണ് വരുന്നത്. ഈ മഴയെ താങ്ങാവുന്ന രീതിയിലല്ല ഇപ്പോൾ കേരളം ഉള്ളത്, പല കാരണങ്ങളാലല്ല. അതുകൊണ്ട് തന്നെ ഇത് ദുരിത പെയ്ത്തെന്ന് പറഞ്ഞാൽ പോരാ, വല്ലാത്ത പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. ജനങ്ങളുടെ ജീവിതം വളരെ ബുദ്ധിമുട്ടിലേക്കാണ് പോകുന്നത്. ഇതാണ് സ്ഥിതിയെങ്കിൽ നമുക്ക് പ്രളയം വരുമോ എന്നുള്ള കാര്യം അടക്കം ചർച്ച ചെയ്ത് നമ്മൾ ഗൗരവമായി മുന്നോട്ട് പോകേണ്ടതാണ്. അതെ, വളരെ ആശങ്കാജനകമാണ്. തിരുവനന്തപുരത്ത് വന്ന അഖിൽ പാലോട്ടുമഠം ചേരുന്നു. അഖിൽ, ഓരോ മണിക്കൂറിലും കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് മാറുന്നുണ്ട്. രാവിലെ അഖിൽ നൽകിയ വാർത്ത പ്രകാരം ഏതാനും ജില്ലകളിൽ റെഡ് അലർട്ടായിരുന്നു. പിന്നീട് അത് മാറി 14 ജില്ലകളിലും ഓറഞ്ച് അലർട്ടായി. എല്ലാ ജില്ലകളിലും ശക്തമായ മഴ പെയ്യും എന്ന് മുന്നറിയിപ്പുണ്ട്. കാറ്റ് ഉള്ളതിനാൽ കടലിൽ മീൻ പിടിക്കാൻ പോകുന്നവർ ശ്രദ്ധിക്കണമെന്ന് പറയുന്നു. വിവിധ പ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്. കാലാവസ്ഥാ വകുപ്പിൻ്റെ ഏറ്റവും പുതിയ അറിയിപ്പിൽ എന്താണ് പറയുന്നത് അഖിൽ? വിനോദ, നേരത്തെ നമ്മളോട് സംസാരിച്ച നമ്മുടെ ഈ ചർച്ചയിൽ സംസാരിക്കുന്ന കാലവർഷ വിദഗ്ധൻ അല്ലെങ്കിൽ പാരിസ്ഥിതിക വിദഗ്ധൻ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്ത് ഏറ്റവും അധികം മഴ ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. അതായത് നമ്മുടെ പ്രകൃതിക്കും അല്ലെങ്കിൽ നമ്മുടെ ഭൂവിസ്തൃതിക്കും ഒക്കെ തന്നെ താങ്ങാൻ കഴിയുന്നതിലേക്കും അപ്പുറത്തേക്കാണ് നമ്മുടെ സംസ്ഥാനത്തേക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന മഴ. അത് പ്രധാനമായും
ബംഗാൾ ഉൾക്കടലിലും അതുപോലെ തന്നെ അറബിക്കടലിലും ഉണ്ടാകുന്ന ന്യൂനമർദ്ദത്തിന്റെ ഒരു പ്രതിവേദനം ആയിട്ടാണ് ഈ സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള മഴ അധികമായി വർദ്ധിച്ചു വരുന്നത് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം. നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെയാണ് രാവിലെ പുലർച്ചെ ആകുമ്പോഴേക്കും മലബാർ മേഖലയിൽ, അതായത് വടക്കൻ ജില്ലകളിലെ ഏകദേശം ഒരു 5 ജില്ലകളിലോളം, അതായത് തൃശ്ശൂര്, കോഴിക്കോട്, കണ്ണൂര്, വയനാട്, കാസർഗോഡ് തുടങ്ങിയ ജില്ലകളിലൊക്കെ തന്നെ അതീവ തീവ്ര മഴയ്ക്ക്, അതായത് റെഡ് അലർട്ട് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അത് കുറച്ചുകൂടി കഴിഞ്ഞ 9 മണിയോടുകൂടിയുള്ള അടുത്ത മുന്നറിയിപ്പ് വരുന്ന സമയത്ത് 14 ജില്ലയിലും ഒരേപോലെയുള്ള ഓറഞ്ച് മുന്നറിയിപ്പിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലേക്കായി. പക്ഷെ അങ്ങനെ ഓറഞ്ച് മുന്നറിയിപ്പിലേക്ക് പോകുമ്പോഴും കാറ്റിന്റെ വേഗതയിൽ ഉണ്ടാകുന്ന ചില വ്യതിയാനങ്ങൾ ഉണ്ടായിരുന്നു. മലബാർ മേഖലയിലാകട്ടെ അത് 50 കിലോമീറ്റർ വേഗതയിൽ വീശുന്ന കാറ്റായിരുന്നു. പക്ഷെ അത് മധ്യ കേരളത്തിലേക്ക് എത്തുമ്പോൾ അത് 40ആയും നമ്മുടെ തെക്കൻ കേരളത്തിലേക്ക് എത്തുന്ന സമയത്ത് അത് 30ആയും കാറ്റിന്റെ വേഗത കുറയുന്നു എന്നതായിരുന്നു കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പായി നൽകിയത്. വിനോദ് സൂചിപ്പിച്ചതുപോലെയാണ് ഈ മുന്നറിയിപ്പുകളിൽ മാറ്റം ഉണ്ടാകുമ്പോൾ പോലും ജാഗ്രതാ നിർദ്ദേശങ്ങളിൽ മാറ്റം ഉണ്ടാകുന്നില്ല എന്നതാണ് പ്രേക്ഷകരുമായി നമുക്ക് പങ്കുവെക്കാൻ പറ്റുന്ന ഏറ്റവും നിർണായകമായ വിവരമെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. കാരണം ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണം. കാരണം ചില സമയത്ത് ഇപ്പോൾ ഓറഞ്ച് മുന്നറിയിപ്പാണ് നഗരത്തിൽ ഉള്ളത് എങ്കിൽ പോലും ചിലപ്പോൾ അതീവ മഴയായിരിക്കും ചിലപ്പോൾ ആ ജില്ലയിലെ തന്നെ ഗ്രാമപ്രദേശങ്ങളിലോ മലയോര മേഖലകളിലോ ഒക്കെ തന്നെ ഉണ്ടാകുന്നത്. ഞാൻ നിൽക്കുന്ന തിരുവനന്തപുരത്താണ്. ഞാൻ തിരുവനന്തപുരത്ത് ഒരു ഗ്രാമപ്രദേശത്തിലേക്കുള്ള യാത്രയിൽ നെടുമങ്ങാടിൻ്റെ ഭാഗത്തേക്കാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇവിടെ നഗരത്തിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് പക്ഷെ മഴ ഉണ്ടായിരുന്നില്ല. പക്ഷെ നഗരത്തിൽ നിന്നും ഈ ഗ്രാമത്തിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നല്ല ശക്തമായ മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ വാർത്തകളിലെല്ലാം തന്നെ നമ്മൾ ജാഗ്രതയോടെ കൂടി തന്നെ ജനങ്ങൾ മുന്നറിയിപ്പുകൾ മനസ്സിലാക്കി പുറത്തേക്ക് പോകണമെന്ന് നമ്മൾ ആവർത്തിച്ചവരോട് പറയാനുമുള്ള ഒരു കാരണം. മത്സ്യബന്ധനത്തിന് പോകുന്ന ചെറുതോണികളിലും ചെറുബോട്ടുകളിലുമായി മത്സ്യബന്ധനത്തിന് പോകുന്ന മത്സ്യത്തൊഴിലാളികൾ നിർദ്ദേശങ്ങൾ പാലിക്കണം, മാക്സിമം അല്ലെങ്കിൽ അത് മത്സ്യബന്ധനം ഒഴിവാക്കണം എന്നുള്ള തരത്തിലൊരു നിർദ്ദേശം കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും അതുപോലെ തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും എല്ലാം തന്നെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മലയോര പ്രദേശങ്ങളിലെ യാത്രകൾ, മലയോര പ്രദേശങ്ങളിലെയും അതുപോലെ തന്നെ കടലിലേക്കുമുള്ള വിനോദസഞ്ചാരം എല്ലാം തന്നെ പൂർണ്ണമായും ഒഴിവാക്കണമെന്നുള്ള ഒരു നിർദ്ദേശം നൽകുന്നുണ്ട്. നേരത്തെ നമ്മളോട് സംസാരിച്ച് നമ്മളുടെ ഗസ്റ്റ് തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിശക്തമായ കാറ്റ് വീശുന്നത് കൊണ്ട് ചെറിയ വാഹനങ്ങൾ, അതായത് ഇരുചക്ര വാഹനങ്ങൾ, ഓട്ടോകൾ തുടങ്ങിയ ചെറുവാഹനങ്ങളിൽ പോകുന്നവരാണ് ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നത്. ഈ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീഴുന്നുണ്ട്. നമ്മൾ സംസ്ഥാനത്തുടനീളം അത്തരത്തിൽ വാർത്തകൾ കേട്ടതാണ്. ഇത്തരത്തിൽ മരങ്ങൾ മുറിഞ്ഞു വീഴുന്നത്, മരങ്ങൾ പൂർണ്ണമായും കടപുഴകി വീഴുന്നത് അടക്കമുള്ള അപകടങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ആ മരങ്ങൾ കടപുഴകി വീഴുമ്പോൾ ഉണ്ടാകുന്ന വൈദ്യുതി ലൈനുകൾ പൊട്ടി വീഴുന്നുണ്ടാകുന്ന വൈദ്യുതി ആഘാതം അടക്കമുള്ള അപകടങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ റോഡുകളിലെ ചില വെള്ള ഒഴുക്ക് കാരണം ഉണ്ടാകുന്ന വാഹനാപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സുരക്ഷിതരായി ഇരിക്കുക എന്ന് തന്നെ നമുക്ക് ആവർത്തിച്ച് നമ്മുടെ പ്രേക്ഷകരോട്, മലയാളികളോട്, മനുഷ്യരോട്, എല്ലാവരോടും പറയേണ്ടി വരും. എന്തായാലും സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പുകൾ മാറി മാറി വരികയാണ്. അല്പസമയം മണിക്കൂറുകൾക്ക് ഇടവേളകളിൽ തന്നെ അത് മുന്നറിയിപ്പുകളിൽ മാറ്റം വരുന്നുണ്ട്. ആ മുന്നറിയിപ്പുകൾ നമ്മൾ കൃത്യമായി പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നുമുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് നിലവിൽ 14 ജില്ലകളിലും ഓറഞ്ച് മുന്നറിയിപ്പാണ് നിലവിൽ ഉള്ളത്. അതെ അഖിൽ, എല്ലാവരുടെയും പ്രാർത്ഥന അത് തന്നെയാണ്. മലബാറിൽ നിന്നുള്ള മുഹമ്മദ് നൌഫ് എന്ന് പറയുന്ന പ്രേക്ഷകൻ പറയുന്നത്, ദൈവമേ മഴയിൽ നിന്നും മലബാറിനെ രക്ഷിക്കണേ എന്നുള്ള പ്രാർത്ഥന അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവരുടെയും, എല്ലാ മലയാളികളുടെയും ആഗ്രഹം ഞങ്ങളുടെ നാടിനെ ഈ ദുരിതത്തിൽ നിന്നും രക്ഷിക്കണേ എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമാണ് അറബിക്കടലിൽ ഒരു വിദേശ ചരക്ക് കപ്പൽ മുങ്ങുന്ന സാഹചര്യമുണ്ടായത്. കണ്ടെയ്നറുമായി പോയ കപ്പൽ അറബിക്കടലിൽ മുങ്ങിത്താഴുകയായിരുന്നു. ആ കപ്പലിൽ നിന്നും ദുരന്തത്തിൽ അകപ്പെട്ട അല്ലെങ്കിൽ തകർന്ന കപ്പലിൽ നിന്നും 24 പേരെയും രക്ഷിക്കാൻ നമ്മുടെ കോസ്റ്റ് ഗാർഡിന് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാവികസേനയും അതേപോലെ തന്നെ കൃത്യമായ ദുരന്ത നിവാരണ അതോറിറ്റിയും എല്ലാം ചേർന്നുള്ള ഒരു ഓപ്പറേഷൻ അത് വിജയിച്ചു. അവരുമായും, അതായത് ഈ കപ്പലിലുണ്ടായിരുന്ന 24 ജീവനക്കാർ, അത് ക്യാപ്റ്റൻ അടക്കമുള്ള ആളുകളെ വീണ്ടെടുത്തുകൊണ്ട് ആ കപ്പൽ അല്പസമയത്തിനകം കൊച്ചി തീരത്ത് എത്തും. കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, കപ്പൽ രാവിലെ തന്നെ സമ്പൂർണ്ണമായി കടലിലേക്ക് മുങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ രക്ഷപ്പെടുത്തിയവരുമായി എപ്പോഴാണ് ഈ കപ്പൽ തീരത്തേക്ക് എത്തുക ജിജീഷ്? വിനോദ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് കോസ്റ്റ് ഗാർഡ് ആസ്ഥാനത്താണ്. ഇവിടെയുള്ള കോസ്റ്റ് ഗാർഡിൻ്റെ ജെട്ടിയിലേക്കാണ് ഈ രക്ഷിച്ചെടുത്ത
നാവികരുമായി കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 1 മണിയോടുകൂടിയായിരിക്കും ഈ കപ്പൽ എത്തുക എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പിന്നീട് ഈ ബോട്ട് ജെട്ടിയിൽ നിന്ന് ആയിരിക്കും അതിൻ്റെ ക്രമീകരണങ്ങളെല്ലാം തന്നെ അവിടെ ചെയ്തിട്ടുണ്ട്. ആർക്ക് അടിയന്തരമായ ചികിത്സയടക്കം നൽകേണ്ടതുണ്ട്. കാരണം 2 ദിവസത്തോളം ഈ പ്രതികൂല കാലാവസ്ഥകളോടും പ്രതികൂല സാഹചര്യങ്ങളോടും എല്ലാം തന്നെ പൊരുതി നിന്ന ആളുകളാണ് ആ നാവികർ. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളാണ്. അവരെ വലിയ ശാരീരിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അവരെ ഇവിടെ എത്തിച്ചതിന് ശേഷം ആദ്യം തന്നെ ആശുപത്രികളിലേക്ക് മാറ്റുമെന്ന കാര്യമാണ് കോസ്റ്റ് ഗാർഡും നാവികസേനയും എല്ലാം തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയത്. മാത്രമല്ല അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് രാവിലെ 7:58 തന്നെ കപ്പൽ പൂർണ്ണമായും തന്നെ മുങ്ങി എന്നതാണ്. കാരണം ആദ്യഘട്ടത്തിലെല്ലാം കപ്പൽ ചെരിഞ്ഞു, അത് കൂടുതൽ ചെരിഞ്ഞ് മാറുന്നു എന്നതെല്ലാമാണ് കിട്ടിയ വിവരങ്ങളെങ്കിൽ ഇപ്പോൾ ഒരു സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു. കൃത്യമായി തന്നെ കോസ്റ്റ് ഗാർഡിൽ നിന്ന് പൂർണ്ണമായും കപ്പൽ മുങ്ങി എന്നാണ് കോസ്റ്റ് ഗാർഡ് വൃത്തങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനി തിരിച്ചെടുക്കാൻ കഴിയാത്ത വിധത്തിൽ കപ്പൽ മുങ്ങിപ്പോയിരിക്കുന്നു. എന്നാൽ അവസാന ശ്രമം എന്ന നിലയിൽ കപ്പൽ കമ്പനി ഇതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. മാത്രമല്ല ഈ കണ്ടെയ്നറുകൾ അത് വെള്ളത്തിലേക്ക് വീണ കണ്ടെയ്നറുകൾ അത് അപകടകരമായ സാഹചര്യങ്ങൾ തന്നെ സൃഷ്ടിക്കുന്നുണ്ട്. 14 കണ്ടെയ്നറുകളാണ് വെള്ളത്തിലേക്ക് വീണത്. 13 എണ്ണത്തിലാണ് അപകടകരമായ രാസവസ്തുക്കൾ അടങ്ങിയിട്ടുള്ളത് എന്ന കാര്യം കോസ്റ്റ് ഗാർഡ് വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ രാസവസ്തുക്കൾ അടങ്ങിയ അത്തരത്തിലുള്ള കണ്ടെയ്നറുകളാണ് കൂടുതൽ സൂക്ഷിക്കേണ്ടത്. നിലവിൽ വലിയ തോതിലുള്ള ഒരു നിരീക്ഷണം കോസ്റ്റ് ഗാർഡും ഒപ്പം തന്നെ നാവികസേനയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു അപകടം നടന്ന 40 നോട്ടിക്കൽ മൈൽ അകലെയാണ്, ഏകദേശം 80 കിലോമീറ്റർ അകലെയാണ് ഈ ഒരു അപകടം നടന്നിരിക്കുന്നത്, കപ്പൽ ചെരിഞ്ഞിരിക്കുന്നത്. അവിടെ നിരന്തരമായ നിരീക്ഷണം കപ്പൽ നടത്തുന്നുണ്ട്. മലിനീകരണ നിയന്ത്രണത്തിനുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. ഏത് ഘട്ടത്തിലും കടലിലേക്ക് ഇത് പടരുന്ന സാഹചര്യമുണ്ടായാൽ, രാസന വസ്തുക്കൾ പടരുന്ന ഒരു സാഹചര്യമുണ്ടായാൽ അതിനെ തടയുന്നതിനും കൂടുതൽ ഭാഗങ്ങളിലേക്ക് അത് എത്താതിരിക്കാനുമെല്ലാമുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. മാത്രമല്ല വായുവിൽ അന്തരീക്ഷത്തിൽ കലർന്നാൽ അല്പസമയം മാത്രമാണ് അത് നിലനിൽക്കുക എന്നൊരു സാങ്കേതികമായ വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ഒരു ആശങ്കയ്ക്ക് അല്പം ആശ്വാസമാകുമെന്ന് പറയാം. എന്നാൽ ഈ കണ്ടെയ്നറുകൾ കരയ്ക്കടയാനുള്ള ഒരു സാധ്യത അതെല്ലാം വലിയ ഒരു ഭീതിദായകമായ സ്ഥിതിവിശേഷം തന്നെയാണ് ഉള്ളത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകളെല്ലാം പുറത്തു വന്നിരുന്നു. ഈ കണ്ടെയ്നറുകൾ കരയ്ക്കടയാനുള്ള ഒരു സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ കൊച്ചി മുതൽ തിരുവനന്തപുരം വരെയുള്ള തീരപ്രദേശങ്ങളിലെ ആളുകൾ അതുപോലെ മത്സ്യത്തൊഴിലാളികളെല്ലാം തന്നെ ജാഗ്രത പുലർത്തണമെന്ന കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു. അധികം വൈകാതെ തന്നെ കപ്പൽ ഈ 21 പേരുമായി ഇവിടെ എത്തും. ഒപ്പം തന്നെ നാവിക സേനയായിരിക്കും മറ്റു 3 പേരെ, അത് ക്യാപ്റ്റൻ, ഒപ്പം തന്നെ അതിലുള്ള എഞ്ചിനീയർ ഉൾപ്പെടെ 3 മറ്റ് അംഗങ്ങളെ നാവികരെ എത്തിക്കുക. ഇപ്പോൾ 21 പേരാണ് ഉള്ളത്. അതിൽ സഹ ക്യാപ്റ്റൻ അടക്കമുള്ള ആളുകളാണ് ഈ ഒരു ടീമിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അവർക്ക് വലിയ ഒരു അടിയന്തരമായി തന്നെയുള്ള ചികിത്സാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിന് വേണ്ടി കരയിൽ എല്ലാ സജ്ജീകരണങ്ങളുമായിട്ടാണ് ഇപ്പോൾ കോസ്റ്റ് ഗാർഡ് കാത്തിരിക്കുന്നത്. 7:48 പൂർണ്ണമായും മുങ്ങിത്തുടങ്ങി. അതിന് മുമ്പായി തന്നെ ഈ ആളുകളെ മാറ്റിയിരുന്നു, സുരക്ഷിതമായി തന്നെ കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലുകളിലേക്ക് മാറ്റിയിരുന്നു. അതിനുശേഷമാണ് പൂർണ്ണമായും തന്നെ കപ്പൽ താഴേക്ക് മുങ്ങിക്കൊണ്ട് ഇരിക്കുകയും ചെയ്തത്. ഇനി തിരിച്ചെടുക്കാൻ കഴിയാത്ത വിധത്തിൽ കപ്പൽ പൂർണ്ണമായി മുങ്ങി എന്നൊരു സ്ഥിരീകരണം കൂടി ലഭിക്കുകയും ചെയ്യുന്നു. ഒപ്പം തന്നെയാണ് അവർ രക്ഷിച്ചെടുത്തുകൊണ്ടുവന്ന കപ്പൽ അല്പസമയത്തിനകം തന്നെ ഈ ജെട്ടിയിലേക്ക് അടുക്കുന്നത്. അതെ, എല്ലാവരും രക്ഷപ്പെട്ടതിൻ്റെ ഒരു സന്തോഷം പ്രേക്ഷകരായ ഉഷാ നെല്ലൂരിനെ പോലുള്ള പ്രേക്ഷകരും ആ സന്തോഷം പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ സന്തോഷിക്കാൻ മാത്രം ഉള്ള വകയല്ല ഉള്ളത്. കടലിനെ സംബന്ധിച്ച വലിയ ഒരു ചരക്ക് കപ്പൽ, ഏകദേശം 184 മീറ്റർ നീളമുള്ള വലിയൊരു ചരക്ക് കപ്പലാണ് കപ്പൽ ചാലിൽ മുങ്ങിയിരിക്കുന്നത്. അതുമാത്രമല്ല, കണ്ടെയ്നറുകൾ, രാസവസ്തുക്കൾ അടങ്ങിയ അതിഗുരുതരമായ അഗ്നിബാധയ്ക്ക് സാധ്യതയുള്ള രാസപദാർത്ഥങ്ങൾ അടങ്ങിയ കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചിരിക്കുന്നു. അപ്പോൾ ജീവൻ രക്ഷിച്ചു എന്നുള്ള സന്തോഷമുണ്ടെങ്കിലും അത്ര സന്തോഷകരമല്ല കടലിലെ സാഹചര്യം. ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ്, നമ്മുടെ കടലും ആശങ്കാജനകമാണ്. കരയൊന്നാകെ പ്രക്ഷുബ്ധമാണ്. നമ്മൾക്കറിയാം, കാലവർഷത്തിൻ്റെ കെടുതി, മുൻകൂർ നമ്മൾ അറിയാതെ തന്നെ പ്രകൃതിക്ഷോഭങ്ങൾ, ഭൂചലനങ്ങൾ ഒക്കെ ഉണ്ടാകുന്നു. അങ്ങനെ കരയിൽ ജീവിതം വളരെ ദുരിതപൂർണ്ണമാണ്. കടലിലും സ്ഥിതി അത്ര സന്തോഷകരമല്ല, ഗുരുതരമായ സാഹചര്യമാണ്. വലിയൊരു ചരക്ക് കപ്പൽ ചാലിൽ മുങ്ങിത്താണിരിക്കുന്നു. എത്രമാത്രമുണ്ട് ഇനിയുള്ള ആശങ്കകൾ, ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ്? 2 തരത്തിലുള്ള ഗ്യാസുകൾ, അതായത് മറൈൻ ഗ്യാസ്, ഓയിൽ, 2 തരത്തിലുള്ള ഇന്ധനങ്ങൾ ഇതിനകത്ത് പോയിട്ടുണ്ട്. ഈ കണ്ടെയ്നറുകളിലുണ്ട്. 13 കണ്ടെയ്നറുകളിലായിട്ട് മറൈൻ ഗ്യാസ് ഓയിലും വെരി ലോ സൾഫർ ഫ്യൂലും ഉണ്ട്. ഇത് കത്തുവാനുള്ള സാധ്യതയുണ്ട്. അന്തരീക്ഷത്തിലേക്ക് വന്നാലും പ്രശ്നമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ പെട്രോൾ ആവട്ടെ, ഗ്യാസ് ആവട്ടെ, ഇത് കൊണ്ടുവന്ന ടാങ്കറുകളാവട്ടെ, ഇതെല്ലാം
ഫാക്ടറിയിൽ നിന്ന് എടുക്കുന്നത് ഒരു പ്രോസസ്സിലൂടെയാണ്. അത് സുരക്ഷിതമായ കണ്ടെയ്നറിൽ നിറയ്ക്കുന്നത് വേറെ പ്രോസസ്സാണ്. അതിനേക്കാൾ സുരക്ഷിതമായിട്ടാണ് മറ്റിടങ്ങളിലേക്ക് റീഫിൽ ചെയ്തൊക്കെ പോകുന്നത്. ഇതിനിടയ്ക്ക് വെച്ച് ഇപ്പോൾ ടാങ്കർ ലോറിയൊക്കെ അപകടം പറ്റുമ്പോൾ നമ്മൾക്ക് അറിയാൻ പറ്റുന്നതാണ്, നമ്മൾ കാണുന്നതാണ്. ഇതിനിടയ്ക്ക് വെച്ച് സംഭവിക്കുന്നതെല്ലാം നമുക്ക് വലിയ പ്രശ്നമാണ്. അപ്പോൾ ഈ കണ്ടെയ്നറുകൾ ഇപ്പോൾ കടലിൽ കിടക്കുന്നു. അത് തീരത്തടിയാനുള്ള സാധ്യതയുണ്ടോ? കാര്യം കടലിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആഴക്കടലിലല്ലാത്ത പല കാര്യങ്ങളും തീരത്തേക്ക് 2-3 ദിവസം കഴിയുമ്പോൾ തീരത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ തീരത്ത് ഇത് വരാൻ സാധ്യതയുണ്ടോ? അത് തന്നെ മത്സ്യസമ്പത്തിൻ്റെ അവസ്ഥ എന്താണ്, മറ്റ് ജീവികളുടെ അവസ്ഥ എന്താണ്, അതുപോലെ തന്നെ കടലിൽ പോകുന്ന പിന്നെ ബോട്ടിലും കപ്പലിലും ഒക്കെ ഇനിയും യാത്രക്കാരുണ്ടല്ലോ, അവർക്കുള്ള ഈ ശ്വാസം മുട്ടലടക്കമുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരാനുള്ള അപ്പോൾ ഇത് നമ്മളിപ്പോൾ ആളുകളെ രക്ഷിച്ചു, പക്ഷേ അതിനേക്കാൾ ഈ പറഞ്ഞതുപോലെ മറ്റൊരുപാട് ഭയാനകമായ കാര്യങ്ങൾ ഇപ്പോഴും നിൽക്കുന്നു. അത് നിർവീര്യമാക്കുന്നത് എങ്ങനെയെന്നുള്ളതും കുറച്ച് പ്രയാസമാണ്. കാര്യം കടലിനൊക്കെ അടിയിലേക്ക് പോയൊരു വസ്തുവാണ്. ഇപ്പോൾ കരയിലേക്ക് പലതും കൊണ്ട് ഇപ്പോൾ പല കാര്യങ്ങളും നടക്കുമ്പോൾ നമ്മൾ പല രൂപത്തിൽ അത് നിർവീര്യമൊക്കെ ആക്കാൻ പറ്റും. പക്ഷേ കടലിലായതുകൊണ്ട് അത്തരം സാധ്യതകളും വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. പക്ഷേ എന്തായാലും അറബിക്കടൽ, നേരത്തെ ബംഗാൾ ഉൾക്കടലായിരുന്നു ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ അറബിക്കടലും അതുപോലെ തന്നെ അതിശക്തമായ രീതിയിലാണ് കടലിൻ്റെ കാലാവസ്ഥയും കടലിൻ്റെ ആവാസ വ്യവസ്ഥയും ശക്തമായ രീതിയിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അത് ചൂടാവുന്നത് 20 ദിവസമൊക്കെയാണ് നേരത്തെ ചൂടായിരുന്നതെങ്കിൽ ഇപ്പോൾ 100-120 ദിവസം ചൂടാവുന്നുണ്ട്. അത്രയും ചൂടാവുന്നതിനനുസരിച്ച് നീരാവി അത്രയും ഉണ്ടാകും. അത്രയും നീരാവി ഉണ്ടാകുന്നതിനനുസരിച്ച് വലിയ മഴയുണ്ടാകും. അപ്പോൾ ഇതെല്ലാം പരസ്പര ബന്ധിതമാണ്. അപ്പോൾ മഴ, നീരാവി, കാറ്റ്, കൊടുങ്കാറ്റ്, സുനാമി ഇതെല്ലാം ചേർന്ന് വരുന്ന ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള വളരെ സങ്കീർണമായ ആവാസ വ്യവസ്ഥകളായി നമ്മുടെ കടലും മാറുന്നു എന്നുള്ളത് വലിയ ഒരു പ്രതിസന്ധി തന്നെയാണ്. നമ്മെപ്പോലുള്ള ഒരു സംസ്ഥാനം, പ്രത്യേകിച്ച് നമ്മൾ പ്രകൃതിയുടെ സ്വന്തം നാട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നൊക്കെ പറഞ്ഞ് ഒരു വശത്ത് കടൽ തീരം, മറുവശത്ത് നമുക്ക് മലനിരകൾ, വളരെ ചെറിയ ഇടനാടുള്ള പ്രദേശം. അപ്പോൾ അത്ര വളരെ പ്രത്യേക ഭൂമിശാസ്ത്ര പ്രദേശമാണ്. ലോകത്തൊരിടത്തും ഇങ്ങനെ ഭൂമിശാസ്ത്ര പ്രദേശം ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് വലിയ പ്രതിസന്ധികളാണ് നമ്മെ ഇങ്ങോട്ട് കാത്തിരിക്കുന്നത്. അത് വലിയ പ്രതിസന്ധി തന്നെയാണ്. എന്തായാലും ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുമ്പോൾ കടൽ തീരങ്ങളുണ്ട്, വനപ്രദേശങ്ങളുണ്ട്, മലയോരങ്ങളുണ്ട്. ഇതെല്ലാം അടങ്ങിയ അതിസുന്ദരമായ നാട്ടിലാണ് ഇത്തരത്തിൽ പ്രകൃതിക്ഷോഭങ്ങൾ അനുഭവപ്പെടുന്നത്. കടൽ പ്രക്ഷുബ്ധമാണ്. നമ്മൾക്കറിയാം ആവാസ വ്യവസ്ഥ, കടലിലെ മത്സ്യസമ്പത്ത്. മലയാളിയെ സംബന്ധിച്ച് അവന് മീൻ കൂട്ടി ഉള്ള ഭക്ഷണം അവന് വളരെ പ്രധാനമാണ്. അപ്പോൾ അറബിക്കടലിൽ ഇങ്ങനെ രാസപദാർത്ഥങ്ങളൊക്കെ കലർന്നാൽ, അവിടുത്തെ മത്സ്യസമ്പത്തൊക്കെ നശിച്ചാൽ എന്തായിരിക്കും കടലിൻ്റെ ആവാസ വ്യവസ്ഥ? വളരെ ആശങ്കാജനകമാണ് കാര്യങ്ങൾ. നമുക്ക് കാലവർഷക്കെടുതിയുടെ വാർത്തകളിലേക്ക് പോയാൽ കോഴിക്കോട് നിന്നും അനഘ ഹർഷൻ കൂടി ചേരുന്നു. അനഘ, വടക്കൻ കേരളത്തിൽ കാലവർഷം വലിയ നാശം തന്നെ വിതച്ചിട്ടുണ്ട്. കാലവർഷം ആരംഭിച്ചതേ ഉള്ളൂ, അപ്പോൾ തന്നെ മരങ്ങൾ കടപുഴകിയും അതേപോലെ തന്നെ അവിടെ താമരശ്ശേരി ചുരമടക്കമുള്ള ഭാഗങ്ങളിൽ മണ്ണിടിഞ്ഞും ഒക്കെ വലിയ ആശങ്കാജനകമായ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു. ദേശീയപാതയുടെ പ്രധാനപ്പെട്ട ഇടങ്ങളിലൊക്കെ വിള്ളൽ വീണിരിക്കുന്നു. ഇനിയും വരാൻ പോകുന്നതേ ഉള്ളൂ. വലിയ മഴ, വലിയ കാറ്റ്, വലിയ ഇടി ഒക്കെ വരാൻ പോകുന്നതേ ഉള്ളൂ. കാലവർഷം തുടങ്ങിയപ്പോൾ തന്നെ ജനജീവിതം ദുസ്സഹമാണ്. വടക്കൻ കേരളത്തിലെ നിലവിലുള്ള അവസ്ഥ എന്താണ് അനഘ ഹർഷൻ? വിനോദ്, നമ്മളിപ്പോൾ കോഴിക്കോട് നിലവിൽ റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് കോനാട് ബീച്ചിലാണ്. ഇവിടെ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് ഇവിടെയുള്ള ഈ അതീവ ഗുരുതരമായ സാഹചര്യത്തെ കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് തിര അതിശക്തമായി കരയിലേക്ക് അടിച്ച് ഓരോ നിമിഷവും കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രദേശത്ത് 400-ലധികം വീടുകളുണ്ട്. ഇത് ഏതെങ്കിലും സമയത്ത്, അതായത് ഈ ഒരു വർഷാരംഭം മാത്രമുള്ള കാഴ്ചയല്ല. ഈ പ്രദേശത്തുകാരെ സംബന്ധിച്ച് ഇവിടെ ഇങ്ങനെയാണ്. വർഷങ്ങളോളം ഇവരെ ദുരിതക്കയത്തിൽ ജീവിക്കുന്നവരാണ്, കുട്ടികളുണ്ട്. അങ്ങനെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കൃത്യമായി തന്നെ കാണാൻ സാധിക്കും. ഇവിടെ 400ഓളം വീടുകളുള്ള ഒരു പ്രദേശമാണ്. തിര അടിച്ചു കയറി ഈ ഭാഗത്തുള്ള വീടുകളിലേക്കൊക്കെ തന്നെ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർക്കൊന്നും തന്നെ വിനോദ്, ഇവരെ മാറ്റിപ്പാർപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സംവിധാനം ഒരുക്കാനോ കോർപ്പറേഷനോ മറ്റൊന്നും തന്നെ ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്നതാണ്. നമുക്കറിയാം, ഇന്നലെ മുതൽ ഇന്ന് വരെ, അതായത് ചെറിയ രീതിയിലുള്ള മഴ മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷെ ആ മഴയത്ത് പോലും ഈ രീതിയിലുള്ള കടലാക്രമണമാണ് ഈ പ്രദേശത്തേക്കൊക്കെ തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നത്.
ഈ പ്രദേശത്തെ ആളുകളെ സംബന്ധിച്ച് അവരുടെ ഒരു ദുരിത ജീവിതം, അവരൊരു ദുരിത കയത്തിലാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഈ ഭാഗത്തേക്ക് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്ത് തന്നെ നിരവധി വീടുകളുണ്ട്. ആ വീട്ടിലൊക്കെ കുഞ്ഞു കുട്ടികളുണ്ട്, അങ്ങനെ വൃദ്ധരായവരുണ്ട്. അവരൊക്കെ തന്നെ വലിയ ആശങ്കയോടെയാണ് ഓരോ നിമിഷവും ഇപ്പോഴും കഴിയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്ത് വരെ അവിടെ നിന്ന് തിരയടിച്ച് ഈ വീട്ടിലേക്കൊക്കെ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, ഒരു കുഞ്ഞു കുട്ടിയുണ്ട്. ഇവരുടെ വീട് ഈ അടുത്ത് തന്നെയാണ്, കടലിനോട് അടുത്ത് തന്നെയാണ്. പക്ഷെ ഇവർക്ക് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ്. ഈ ഭാഗത്തേക്ക് ഈ കോലായി എന്നൊക്കെ പറയുന്ന ഇവിടെ വരെ വെള്ളം എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെ നേരത്തെ വെള്ളം എത്തി ചളി കെട്ടിക്കിടക്കുന്ന ഒരു അന്തരീക്ഷമൊക്കെ തന്നെ ഇവിടെയുണ്ട്. മാത്രമല്ല ഇന്നലെ മുതൽ ഈ ഭാഗത്തൊന്നും തന്നെ കറണ്ട് ഇല്ലാത്തൊരു അവസ്ഥ കൂടിയുണ്ട്. ഈ വീട്ടിലുള്ളവരോട് നമുക്ക് ചോദിക്കാം, എല്ലാ വർഷവും നിങ്ങൾ അനുഭവിക്കുന്ന ഒരു ദുരിതമാണിത്. ഈ വർഷം ഇപ്പോൾ കാലവർഷം തുടങ്ങിയിട്ടില്ല, ആരംഭം മാത്രമാണ്. എന്തൊക്കെയാണ് നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധി? പിന്നെ വെള്ളത്തിൻ്റെ തന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ ആകെ കറണ്ട് ഇല്ലാത്തൊരൊറ്റ പ്രശ്നങ്ങളാണ്. അന്ന് മേപ്പര വീണതിൻ്റെ ശേഷമാണ്, പ്രാവിൻ്റെ മേപ്പരയാണ് വീണത്. അപ്പം കറണ്ട് പോയതാണ് 1 മണി സമയത്ത്. പിന്നെ ഇതുവരെ കറണ്ട് വന്നിട്ട് വിളിച്ച് കുറെ പറഞ്ഞിരിക്കുന്നു, ഒരു ഇതുവരെ വന്നിട്ടില്ല. നിങ്ങൾക്ക് ഭയങ്കര ആശങ്കയായിരിക്കില്ലേ ഇങ്ങനെ ഓരോ ദിവസവും? ആശങ്കയൊക്കെ ഉണ്ട്, പേടി പോലെയാണ്. നിങ്ങൾ അധികൃതരോട് പറയുമ്പോൾ എന്താണ് അവർ പറയുന്നത്? ഒരു പറയുന്നത് ഇവിടുന്ന് മാറണം എന്ന് പറഞ്ഞിരിക്കണ്. പിന്നെ ഒരു പറഞ്ഞ എന്തായാലും മാറണം, പിന്നെ ഒരു വന്നിട്ടൊന്നുമില്ല. വിനോദ്, അത് തന്നെ ഈ പ്രദേശത്തുള്ള അതല്ലെങ്കിൽ കോർപ്പറേഷനോട് ബന്ധപ്പെട്ട അധികൃതരോടൊക്കെ തന്നെ ഇവരുടെ പ്രശ്നങ്ങൾ, പ്രതിസന്ധിയൊക്കെ പറയുന്ന സമയത്ത് കോർപ്പറേഷൻ ഇവിടെ നിന്ന് ആളുകളെ മാറ്റി താമസിപ്പിക്കും എന്നൊരു വാക്ക് മാത്രമാണ് പറയുന്നത്. അല്ലാതെ എങ്ങോട്ട് മാറ്റി താമസിപ്പിക്കും, എപ്പോൾ മാറ്റി താമസിപ്പിക്കും എന്നതിലൊന്നും തന്നെ കോർപ്പറേഷൻ ഒരു വ്യക്തതയും നൽകുന്നില്ല. ഇത് കോഴിക്കോട്ടെ ഈ ഭാഗത്തുള്ള ഏതെങ്കിലും ഒരു പ്രശ്നം മാത്രമല്ല, കേരളത്തിലുടനീളമുള്ള തീരപ്രദേശത്ത് ജീവിക്കുന്നവരുടെ ഒരു ദുരിതമാണ്. ഇനി ഇത് കാലവർഷം തുടങ്ങിയിട്ട് മാത്രമേ ഉള്ളൂ, ഇനി അങ്ങോട്ട് വലിയ രീതിയിൽ മഴ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോഴെങ്ങനെ തങ്ങൾ ഈ സംഭവം അല്ലെങ്കിൽ ആ നിമിഷത്തെയൊക്കെ അതിജീവിക്കുമെന്ന് മാത്രമാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. നമുക്കറിയാം, ഈ ഭീകരാവസ്ഥയിൽ അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിലൂടെ ഒരു 400ഓളം കുടുംബങ്ങൾ ഈ ഭാഗത്ത് ഇങ്ങനെ അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ഭരണകൂടം അവരുടെ ജീവനും സ്വത്തിനും എന്ത് ഉറപ്പാണ് നൽകുന്നത് എന്നാണ് നമ്മളിപ്പോൾ ഈ ഭാഗത്ത് കാണാം. ഈ ഭാഗത്തുള്ള ഈ കടൽഭിത്തി അല്പം ഒന്ന് ഉയർത്തിക്കെട്ടാൻ കോർപ്പറേഷനോട് ഈ ഭാഗത്തുള്ള ആളുകളൊക്കെ തന്നെ ഈ കടൽഭിത്തി ഇത് അല്പം ഒന്ന് ഉയർത്തിക്കെട്ടിക്കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള തിര ഈ ഭാഗത്തേക്ക് വരില്ല. അപ്പോൾ അല്പമെങ്കിലും തങ്ങൾക്കൊരു ആശ്വാസമാകും എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ ആ രീതിയിൽ ഒരു നടപടിയും കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ തിര ശക്തമായി ഈ ഭാഗത്തേക്ക് അടിച്ചു കയറുകയാണ്. ഇത് 1-2 വീട്ടുകാരുടെ പ്രശ്നമല്ല വിനോദ്. ഈ ഭാഗത്തേക്ക് നമുക്ക് ക്യാമറ ദൃശ്യങ്ങളിൽ നിന്ന് കൃത്യമായി കാണാം. ഈ ഭാഗത്ത് ഇതിനോട് ചേർന്ന് നിരവധി വീടുകൾ, കുട്ടികളുണ്ട്, അങ്ങനെ നിരവധി വീടുകൾ, ഏകദേശം 400ഓളം വീടുകൾ ഈ ഭാഗത്ത് മാത്രമുണ്ട്. ആ വീട്ടുകാരുടെ ഒക്കെ പ്രതിസന്ധി ഇത് മാത്രമാണ്. കോഴിക്കോട് കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. പക്ഷെ ആ ജാഗ്രതാ നിർദ്ദേശം നൽകുമ്പോൾ പോലും അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഇവരെ കൃത്യമായി മാറ്റി താമസിപ്പിക്കാനോ മറ്റെവിടെയെങ്കിലും ഒരു സൗകര്യം ഒരുക്കി കൊടുക്കാനോ ഒന്നും തന്നെ അധികൃതർ, കോർപ്പറേഷൻ തയ്യാറായിട്ടില്ല. ഈ ഭാഗത്തുള്ള ഈ വീടുകളൊക്കെ തന്നെ വീടിന്റെ മുഴുവൻ ഭാഗങ്ങളും ഒക്കെ തന്നെ കടലെടുത്ത് പോയി നശിച്ചു പോകുന്ന ഒരു അവസ്ഥ ഇപ്പോഴുമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവിടെയുള്ള ഓരോ വീട്ടിലും ഓരോ കുട്ടികളുണ്ട്, കുഞ്ഞു കുട്ടികളുണ്ട്, പ്രായമായവരുണ്ട്. അവരുടെ ജീവനൊന്നും ഒരു വിലയില്ലേ എന്ന് തോന്നിപ്പോവുകയാണ്. എന്തായാലും കോഴിക്കോട് കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. റെഡ് അലേർട്ടാണ്. ഇന്നലെ രാത്രി മുതൽ ഈ പ്രദേശത്തൊക്കെ തന്നെ ഇടതടവില്ലാതെ മഴ പെയ്യുന്നുണ്ട്. ഇപ്പോഴും ചെറിയ രീതിയിലുള്ള ചാറ്റൽ മഴകളൊക്കെ തന്നെ ഉണ്ട്. പക്ഷേ അതിശക്തമായ മഴ പെയ്തിട്ടില്ല. പക്ഷേ ഈ ചാറ്റൽ മഴ പെയ്യുമ്പോൾ പോലും ഈ നഗരപ്രദേശങ്ങളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ റോഡ് ഏതാ, നടപ്പാത ഏതാ എന്ന് മനസ്സിലാകാത്ത സാഹചര്യം പോലുമുണ്ട്. റോഡിൽ പലയിടങ്ങളിലും കുഴിയുണ്ട്. ഈ വേനൽക്കാലമൊക്കെ ആകുമ്പോൾ ആ കുഴിയൊക്കെ നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് കാണാൻ സാധിക്കാത്തൊരവസ്ഥയുണ്ട്. അങ്ങനെ ഈ കോഴിക്കോട് ജില്ലയുടെ ഏതെങ്കിലും അവസ്ഥ മാത്രമല്ല, ഈ ഭാഗത്തുള്ള എല്ലാ റോഡിൻ്റെയും ഒക്കെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. എന്തായാലും അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. കൃത്യമായി ജാഗ്രത പാലിക്കണം. ഏതെങ്കിലും അത്യാവശ്യ ഘട്ടത്തിലല്ലെങ്കിൽ യാത്ര ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നതൊക്കെയുള്ള നിർദ്ദേശങ്ങളാണ് എന്തായാലും അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഈ കടലിനോട് ചേർന്ന് ജീവിക്കുന്നവരുടെ അവസ്ഥയാണ് ഏറ്റവും പരിതാപകരം. അവർ ഓരോ നിമിഷവും ആശങ്കയോടെയാണ് മുന്നോട്ട് പോകുന്നത്. അവർക്ക്
അവർക്ക് ഇവിടെ നിന്ന് ഏതെങ്കിലും സ്ഥലത്തേക്ക് മാറ്റി താമസിക്കാനോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പോകാനോ ഇടമില്ലാത്തവർ പോലും ഈ ഭാഗത്തുണ്ട്. അവരൊക്കെ തന്നെ നിസ്സഹായമായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഇന്നലെ 3 ദിവസം മുൻപാണ് ഈ ഭാഗത്ത് കറണ്ട് പോയത്. പക്ഷെ ഇതുവരെ അത് പുനഃസ്ഥാപിക്കാനുള്ള നടപടി ഒന്നും തന്നെ ആരുടെ ഭാഗത്തു നിന്നും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും ഇവരുടെ ഈ ആശങ്കയ്ക്ക് എന്ത് പരിഹാരം അധികൃതർ ഉണ്ടാക്കി കൊടുക്കും? ഇനി മുന്നോട്ട് കാലവർഷം 2009 ശേഷം ഇത്തവണയാണ് കാലവർഷം നേരത്തെ വരുന്നത്. ഇനി മുന്നോട്ട് ശക്തമായ മഴയാണ് ഉണ്ടാവുക എന്ന് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പും പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെ തങ്ങൾ അതിനെ അതിജീവിക്കുമെന്നും ഒരു ചോദ്യമാണ് വിനോദ് ഇവർ നമ്മോട് ചോദിക്കുന്നത്. അനഘ, കൃത്യമായി അവിടുത്തെ ദൃശ്യങ്ങളും അവിടുത്തെ വാർത്തകളും കൃത്യമായി അനഘ നൽകിയിട്ടുണ്ട്. അനഘ അവിടെ തുടരണം. നമുക്ക് ഈ ചർച്ചയിൽ ഇനിയും അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണം ലഭിക്കേണ്ടതുണ്ട്. ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ്, ഇപ്പോൾ ഈ കാലവർഷത്തിൻ്റെ പ്രശ്നങ്ങൾ കാണുമ്പോൾ ഏത് വിഷയമാണ് ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. കടലിലെ പ്രശ്നം വേണോ, കരയിലെ പ്രശ്നം വേണോ, തീരദേശത്ത് പ്രശ്നം, വനമേഖലയിൽ പ്രശ്നം, എല്ലായിടത്തും കാലവർഷം വലിയ പ്രശ്നങ്ങൾ ഉളവാക്കുന്നു. നമ്മൾക്കറിയാം, ഭാരതത്തിലെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ കാലവർഷത്തിൻ്റെതായ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. പണ്ടൊക്കെ ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ബംഗാളിൽ നിന്നും ആളുകളൊക്കെ കേരളത്തിൽ അവർ ഭിക്ഷ തേടി അല്ലെങ്കിൽ സഹായിക്കണം, ഞങ്ങളുടെ നാട്ടിൽ വലിയ കാലവർഷം ഉണ്ടായി, എല്ലാം മുങ്ങിപ്പോയി, എല്ലാം ഒഴുകിപ്പോയി, സഹായിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ട് അവിടെ നിന്ന് പാവപ്പെട്ട ജനങ്ങൾ നമ്മുടെ ഈ കേരളത്തിലേക്ക് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെയുള്ള ആളുകളൊന്നും ഇങ്ങോട്ടേക്ക് വരുന്നില്ല. അവിടത്തേക്ക് സ്ഥിതി മാറി എന്ന് തന്നെ വിശ്വസിക്കേണ്ടി വരും. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ കാലവർഷം എല്ലാം തകിടം മറിയുകയാണ്. പഴയ പോലെ അത്ര സുന്ദരമല്ല കാര്യങ്ങൾ. നേരത്തെ ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ് നമ്മൾ വ്യക്തിപരമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത്, ഏറ്റവും സന്തോഷമുള്ള രാജ്യങ്ങളിൽ പോലും വനമേഖല ഏറ്റവും കൂടുതലുള്ള പ്രദേശങ്ങളിൽ പോലും സന്തോഷകരമായി അവർ ജീവിതം മുന്നോട്ടേക്ക് നയിക്കുന്നു. പക്ഷേ ഇത്തരത്തിൽ സാമൂഹ്യപരമായും അല്ലെങ്കിൽ കാലാവസ്ഥാപരമായും പ്രകൃതിപരമായും ഇത്ര സുന്ദരമായ നാട്ടിൽ നമുക്ക് സന്തോഷപൂർവ്വം ജീവിക്കാൻ കഴിയുന്നില്ല. ഓരോ കാലവർഷവും നമുക്ക് വലിയ ദുരിതം വിതയ്ക്കുന്നു. ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ്, ഇപ്പോൾ എന്നോട് സൂചിപ്പിച്ചതുപോലെ ബംഗാളിലും അതുപോലെ തന്നെ പിന്നെ ബീഹാറിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമൊക്കെ ബംഗ്ലാദേശിൽ നിന്ന് ബംഗാളിലേക്ക് വരും, ബംഗാളിൽ നിന്നൊക്കെ കേരളത്തിൽ വരുമായിരുന്നു. ഒരു അമ്മ, ഈ പാവപ്പെട്ട സ്ത്രീകൾ കുഞ്ഞുങ്ങളെയൊക്കെ തോളിലിട്ടുകൊണ്ട് വന്ന് നമ്മളെ വീടുകളിലൊക്കെ വരുമായിരുന്നു. അത് അന്ന് നടന്നു. പക്ഷേ ഇപ്പം മറ്റൊരു കാര്യം, ആരും അറിയാത്ത വേറൊരു കാര്യമുണ്ട്. അത് ഞാൻ സൂചിപ്പിക്കാനാണ് താങ്കളോട് ശ്രമിക്കുന്നത്. അതായത് ഇപ്പം നമ്മുടെ നാട്ടിൽ ബെറോട്ട അടിക്കാനും തെങ്ങിക്കയറാനും ഇങ്ങനെ ചെറിയ ചെറിയ ജോലികൾ ചെയ്യാൻ ഒരുപാട് ആളുകളിലൂടെ വന്നിട്ടുണ്ട്. ഈ ഇടയ്ക്ക് ഒരാൾ പരിചയപ്പെട്ട് പറഞ്ഞ അയാൾ ബംഗാളിലെ CPM ഏരിയ സെക്രട്ടറി ആയിരുന്നു പണ്ട്. പിന്നെ അയാളോട് നിന്നാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന 40 വയസ്സുകാരൻ, 30 വയസ്സുകാരൻ, അല്ലെങ്കിൽ 45 വയസ്സുകാരൻ, 50 വയസ്സിന് താഴെ ഉള്ളവരെല്ലാം ആ പ്രളയകാലത്തും ദാരിദ്ര്യകാലത്തും 70കളിലും 80കളിലും അവിടെ ഉണ്ടായിട്ടുള്ള ബംഗാളിലുണ്ടായ ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും ക്ഷാമത്തിൻ്റെയും വെള്ളപ്പൊക്കത്തിൻ്റെയും വരൾച്ചയുടെയും ഫലമായി പലായനം ചെയ്തു പോയ അമ്മമാരുടെയും പിതാക്കന്മാരുടെയും മക്കളാണ് മുതിർന്ന് ഇപ്പം നമ്മുടെ നാട്ടിൽ വന്ന് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഒരു നാട് നശിക്കുകയും നാടില്ലായ്മ ചെയ്യുന്നതിലുമൊക്കെ ഈ പ്രളയത്തിനും വരൾച്ചയ്ക്കുമൊക്കെ വലിയ പങ്കുണ്ട്. ഞാൻ ഇന്ന് പിന്നെ കേരളാവധി പത്രത്തിൽ വലിയൊരു വാർത്തയുണ്ട്, ഒരു പേജാണ്. ഫിൻലാൻഡിൽ നിന്നൊരു വനിത എഴുതിയിട്ടുണ്ട്. അവർ മലയാളിയാണ്, 16 വർഷമേ അവിടെ താമസിക്കുന്നു. അവർ ഫിൻലാൻഡാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യങ്ങൾ. ഇപ്പോൾ 8ാം വർഷം ഐക്യരാഷ്ട്രസഭയുടെ ഹാപ്പിനെസ് ഇൻഡെക്സ് വന്നപ്പോൾ ഫിൻലാൻഡാണ് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത്. പക്ഷേ അവർ വളരെ മനോഹരമായി പ്രകൃതി സംരക്ഷിക്കുകയും 70% ഉള്ളവരെ കാട് സംരക്ഷിക്കുകയും 1,80,000 പോലുള്ള തടാകങ്ങളുടെ നാടാണ് നമ്മൾ ഫിൻലാൻഡിനെ പഠിച്ചിരിക്കുന്നത്. 1000 തടാകങ്ങളുടെ നാടെന്നാണ്. വളരെ ഭംഗിയായി പരീക്ഷിക്കുകയും ചെയ്യും. ഇന്ത്യയിൽ എല്ലായിടത്തും കാലാവസ്ഥ വ്യതിയാനമുണ്ട്, ലോകത്തെല്ലായിടത്തുമുണ്ട്, ഇന്ത്യയിലുമുണ്ട്. പക്ഷേ കേരളത്തിലെ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ വലിയൊരു പ്രതിസന്ധി, കേരളത്തിലെ നമ്മുടെ ഭൂപ്രകൃതിയെ നമ്മൾ വല്ലാതെ മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ഭൂവിനിയോഗ രീതികൾ മാറ്റിയിട്ടുണ്ട്. എത്ര മഴ വന്നാലും പിടിക്കുന്നൊരു ഭൂവിനിയോഗ രീതി നമുക്കുണ്ടായിരുന്നു. ഒരു മിശ്രിത വിളകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ നശിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏകവിളകളിലേക്ക് നമ്മൾ പോയ കാര്യങ്ങളുണ്ട്. 10 സെൻറ്റ് വയലുണ്ടെങ്കിൽ 1,60,000 ലിറ്റർ മഴവെള്ളത്തെയാണ് ഉൾക്കൊള്ളുന്നത്. 1 ഹെക്ടർ ഭൂമി ഉണ്ടെങ്കിൽ 32,000 ഘന കിലോമീറ്റർ പ്രദേശത്തെ മഴവെള്ളം ഉൾക്കൊള്ളും. അപ്പോൾ മഴവെള്ളം ഉൾക്കൊള്ളുന്ന വനം നമുക്കില്ലാതെയായി. വനത്തിൻ്റെ ആവാസവ്യവസ്ഥ പോയപ്പോൾ മൃഗങ്ങളൊക്കെ നാട്ടിലേക്ക് വരുന്ന അത് വേറെ രീതിയിലേക്ക് മാറി. വയൽ 1960കളിൽ 7 ലക്ഷം ഹെക്ടർ ഉണ്ടായിരുന്നെങ്കിൽ 70കളിൽ 8 ലക്ഷം ഹെക്ടർ ആക്കാൻ ഗവൺമെൻറ്റിന് കഴിഞ്ഞെങ്കിൽ ഇപ്പോൾ അത് 1.5 ലക്ഷം ഹെക്ടർ ആയിട്ടുണ്ട്. നമ്മൾ ഒരുപാട് ഹരിത കേരളമാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ് ഒരുപാട് കാര്യങ്ങൾ പറയും. പക്ഷേ വയലിൻ്റെ അളവ് അനുദിനം കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ പിന്നെ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ വയൽക്കിളിയുടെ സമരത്തിൽ
വയൽക്കിളി സുരേഷിൻ്റെ സമരത്തിൽ അവിടെ വയൽ നികത്തരുത്, അല്ലെങ്കിൽ അവിടെ അതുവഴി പിന്നെ NH കൊണ്ടുപോകരുതിൻ്റെ റൂട്ട് കൊണ്ടുപോകരുതെന്ന് പറഞ്ഞ് വലിയ സമരമാണ് നടന്നത്. അവിടെ ഇപ്പോൾ ശരിക്ക് വെള്ളപ്പൊക്കവും പ്രളയവും മണ്ണിടിച്ചിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രകൃതിയിൽ കാണിക്കുന്ന പല പ്രശ്നങ്ങളും അത് പക്ഷേ DPR മാറ്റിയെന്നൊക്കെയാണ് പറയുന്നത്. അത് ആര് മാറ്റി എന്ത് മാറ്റി എന്നുള്ളതൊക്കെ വേറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. പക്ഷേ എന്തായാലും നമ്മുടെ നാട്, കേരള നാട്, മലനാട് എടുത്താലും തീരപ്രദേശം എടുത്താലും ഇടനാട് എടുത്താലും ഇപ്പോൾ ഇപ്പം തന്നെ TV ജനത്തിൽ തന്നെ കുറച്ച് നേരത്തെ പിന്നെ കോഴിക്കോട്ടെ കഥ കാണിച്ചല്ലോ, അത് കംപ്ലീറ്റ് ചാനൽ ബ്ലോക്കാണ്. അത് തീരപ്രദേശത്ത് ചാനലൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിന് ഇറങ്ങിപ്പോകാൻ കഴിയില്ല. ഒരിക്കൽ വന്നാൽ അത് അവിടെ കിടന്ന് ആകെ കൺഫ്യൂഷൻ ഉണ്ടാക്കും. അപ്പം തീരദേശം എടുത്താലും മലനാട് എടുത്താലും ഇടനാട് എടുത്താലും വളരെ അശാസ്ത്രീയമായ നിർമ്മാണങ്ങൾ, കൃഷിരീതികളിൽ വന്ന മാറ്റം, പിന്നെ മനുഷ്യൻ്റെ ആർത്തി അത്യാർത്തി ഇതെല്ലാം കൂടി കൊണ്ട് 30 ലക്ഷം വീടുകളാണ് കേരളത്തിൽ ഒഴിഞ്ഞു കിടക്കുന്നത്. ഇത് ആളില്ലാതെ ഒഴിഞ്ഞു കിടക്കുന്നത്. അപ്പോഴും നമ്മൾ വീടുകളെക്കുറിച്ച് ചിന്തിക്കുന്നു, വലിയ കാര്യങ്ങൾ ചിന്തിക്കുന്നു. നമ്മൾ മണൽ വാരുന്നതിനെക്കുറിച്ചൊരു ടെൻഡറൊക്കെ കൊടുത്തു. എപ്പോഴാണ് ഇനിയിപ്പോൾ മഴ ഇപ്പോൾ വന്നു കഴിഞ്ഞു, കാലവർഷം വന്നതിന് ശേഷമാണ് മണൽ വരുന്നത്. മണൽ വാരുകയാണെങ്കിൽ ഏപ്രിൽ മാർച്ച് മാസങ്ങൾ മാറിയാലല്ലേ സുരക്ഷിതമായി വാരി മാറ്റാൻ പറ്റുന്നത്. നമ്മൾ അതിനും ടെൻഡർ കൊടുത്ത കാര്യങ്ങൾ മാറണോ വേണ്ട എന്നുള്ളതിന് വേറെ അഭിപ്രായമുണ്ട് എനിക്ക്, അത് ഞാൻ വേറെ പറയാം. പക്ഷേ അതെപ്പോൾ മഴയ്ക്ക് തലേ ദിവസമാണെന്നേ. ഈ പൂർവ്വകാല ശുചീകരണം നടക്കുന്ന എപ്പോഴാണ്? ഈ റോഡുകളിലൊക്കെ ഈ പറയുന്ന നഗരമെടുത്താൽ, ഏത് നഗരമെടുത്താലും ഇപ്പോൾ കൊച്ചി നഗരം കഴിഞ്ഞ ദിവസം ഹൈക്കോടതി അതിരൂക്ഷമായി വിമർശിച്ചു. നിങ്ങൾ റോക്കറ്റ് സയൻസ് ഒന്നും പഠിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ അവിടുത്തെ എന്ത് പഠിച്ചാൽ മതി, അവിടുത്തെ തറയിലെ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കൂ എന്ന് പറഞ്ഞ് 2 വർഷങ്ങൾക്ക് മുമ്പ് മറ്റൊരു ചാനലിൽ കൊച്ചിയിലെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണോ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണോ എന്ന് ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല, ഒരു അനിൽകുമാറാണ്. അദ്ദേഹം വന്ന് ഇതുപോലെ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ തിരുവനന്തപുരത്ത് ഓപ്പറേഷനോളം ഈ അനന്തയിൽ നടത്തിയ കാര്യത്തിൽ ഞാൻ കുറേ സഹായിച്ചിരുന്നു സാങ്കേതികമായി. ഈ കാര്യമൊക്കെ ഞാൻ ചാനലിൽ പറഞ്ഞപ്പോൾ എന്നെ വിളിക്കുന്നതല്ല വിഷയം, അതിന് പരാതിയല്ല ഞാൻ ഈ പറഞ്ഞത്. പക്ഷേ അത് ഞങ്ങളിപ്പോൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് 2.5 വർഷം കഴിഞ്ഞു. കൊച്ചിയിലെ ആരോഗ്യമാണ് വിദ്യാഭ്യാസമാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അന്ന് ചാനലിൽ വന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഹൈക്കോടതി നന്നായിട്ട് അവർക്ക് കൂട്ടുകൊടുത്തു. നിങ്ങൾ റോക്കറ്റ് സയൻസ് ഒന്നും പഠിക്കേണ്ട, ഓടയിലെ ചവർ വാരിക്കളയൂ, മഴക്കാല പൂർവ്വ ശുചീകരണ പരിപാടികൾ നടത്തൂ. ഇത് നടക്കുന്നില്ല. അപ്പോൾ അത് നടത്താത്തതിൻ്റെ പ്രശ്നങ്ങളുണ്ട്, മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന പ്രവൃത്തികളുണ്ട്, പ്രകൃതിയുടേതായ പ്രശ്നങ്ങളുണ്ട്, ആഗോളതാപനത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, കാലാവസ്ഥാ മാറ്റത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, കടൽ ചൂടാകും. ഇപ്പോൾ ഈ വർഷത്തെ ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം എന്താണ്? ബീറ്റിംഗ് ദ പ്ലാസ്റ്റിക് എന്നാണ്. 50% പ്ലാസ്റ്റിക് കടലിലേക്ക് പോകാൻ പോകുന്നത്. അതിൻ്റെ കണക്ക് 50% എത്തുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി എവിടെയാണ് കൊണ്ടുപോകുന്നത്? മനുഷ്യൻ്റെ ഈ ഒരു പോക്ക് വലിയ അപകടത്തിലേക്ക് പോകുന്നു. ഇതും കൂടി കൊണ്ട് കേരളം എന്ന് പറയുന്ന ഭൂമി വലിയ പ്രതിസന്ധിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ പ്രദേശമെടുത്താലും നമുക്ക് ഏതാണ് സുരക്ഷിതം? ഞാൻ കഴിഞ്ഞ സീസണിൽ ഒരു വർഷം മുമ്പ് ഇതുപോലൊരു എനിക്കൊന്ന് ജനത്തിൽ തന്നെയാണ് തോന്നുന്നു, ചാനലിൽ വന്ന് ഞാൻ ചർച്ച കഴിഞ്ഞപ്പോൾ UK എന്നൊരു ഫാമിലി എന്നെ വിളിച്ചിരുന്നു. അവർ തൃശ്ശൂർക്കാരാണ്. അവരെന്നോടൊരു ചോദ്യം ചോദിച്ചു. എനിക്ക് ഇപ്പോഴും അവർക്ക് ഉത്തരം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർ തൃശ്ശൂർ UK എന്നെല്ലാം മതിയാക്കി നാട്ടിൽ വരാൻ പോകണം. 40 വർഷം അവർ UK നാട്ടിൽ വരാൻ പോകണം. അവരുടെ ചോദ്യം ഇതാണ്: കേരളത്തിൽ സാറിൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം ഏതാണ് താമസിക്കാൻ? ഏത് സ്ഥലമാണ് പറഞ്ഞു കൊടുക്കുക? അതേ ഞങ്ങൾ UK തന്നെ തുടർന്നാൽ മതിയോ? ഞാൻ എന്താണ് ആ ഫാമിലിക്ക് ഉത്തരം കൊടുക്കുക? ഏത് പ്രദേശം എടുത്താലും ഏത് ജില്ല എവിടെയാണ് സുരക്ഷിതമായി? ഒന്നുകിൽ പിന്നെ മൃഗങ്ങളുടെ ശല്യം, റോഡിലിറങ്ങിയ പട്ടികളുടെ ശല്യം, പശുവിനെ കൊല്ലാം, ആളുകൾ കൊല്ലുന്നു, പോത്തിനെ കൊല്ലുന്നു, എരുമയെ കൊല്ലുന്നു, സകല ജീവികളെയും കൊല്ലുന്നു. പട്ടിയെ മാത്രം കൊല്ലാനും പറ്റൂല, അതിനെ പിടിക്കാനും പറ്റൂല. അത് വേറൊരു നിയമം. അങ്ങനെ ആകെ മാലിന്യം സംസ്കരിക്കൂ, അതുമില്ല. ആകെ ഈ മാലിന്യം സംസ്കരിക്കുമെന്ന് ഞാൻ ചോദിച്ചതിനും ഇതുമായിട്ട് വലിയ ബന്ധമുണ്ട്. വെള്ളക്കെട്ടുണ്ടാകുന്നതിൻ്റെ പ്രധാന വില്ലൻ ആരാണ്? ഓടകളിലും റോഡിലും സൈഡിലും കിടക്കുന്ന മാലിന്യമാണ് പ്രധാന വില്ലൻ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഞാൻ അതുകൂടെ പറഞ്ഞ ആ ഭാഗം അവസാനിപ്പിക്കും. ഇപ്പോൾ ഈ മാസം കഴിയുമ്പോൾ കേരളം സമ്പൂർണ്ണ മാലിന്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്ന ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ക്യാമ്പയിൻ കാലത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇത്രയും വെള്ളക്കെട്ടും മാലിന്യമൊക്കെ കൂടെ ഇങ്ങനെ കുഴഞ്ഞ് മറിഞ്ഞ് റോഡിലും തോടുകളിലും സുഭാഷ് ചന്ദ്രബോസ്, ഈ ക്യാമ്പയിൻ്റെ വലിയ ഫ്ലെക്സ് ബോർഡുകൾ മറിഞ്ഞു വീഴുകയാണ്. ജനങ്ങളുടെ മുകളിലേക്കും വലിയ റോഡുകളിലേക്കും ഒക്കെ ഫ്ലെക്സ് ബോർഡുകൾ അടക്കം മറിഞ്ഞു വീഴുന്ന കാലവർഷക്കെടുതിയാണ്. അഖിൽ പാലോട്ട് മടം ചേരുന്നു. അഖിൽ, ഇവിടെ ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞത് വളരെ കൃത്യമാണല്ലോ. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടക്കുന്നില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് തിരുവനന്തപുരം നഗരം. ഒറ്റ മഴ പെയ്താൽ തമ്പാനൂരടക്കം, അവിടുത്തെ KSRTC ബസ് സ്റ്റാൻഡ്, അവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ അടക്കം വെള്ളപ്പൊക്കം അനുഭവപ്പെടുന്നു. പ്രധാനപ്പെട്ട ഇടങ്ങളിലെല്ലാം, ബേക്കറി ജംഗ്ഷൻ തുടങ്ങി എല്ലാ ഇടങ്ങളിലും വലിയ വെള്ളക്കെട്ട് രൂപപ്പെടുന്നു. സ്മാർട്ട് സിറ്റി എന്നാണ് പറയുന്നത്. ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ ഭരിക്കുന്ന രാജ്യത്തെ സംസ്ഥാനം എന്നൊക്കെ പറഞ്ഞ് കൊട്ടിഘോഷിക്കുന്നു. വലിയ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്നു. ഈ ഫ്ലെക്സ് ബോർഡ് ഇവർക്ക് തന്നെ തിരിച്ചടിയായി ഈ വലിയ മഴയിൽ അവരുടെ മുഖത്തേക്ക് തന്നെ വീഴുന്നത് പോലെ ഇത് റോഡിലേക്ക് നിലം പതിക്കുന്ന സാഹചര്യം. അപ്പോൾ ഇവിടെ എല്ലാം പറച്ചിൽ മാത്രമേ ഉള്ളൂ. എല്ലാം
ഗംഭീരമാണ്, സ്മാർട്ടാണെന്ന് പറയുന്നു. പക്ഷേ സ്മാർട്ട് എന്ന് എഴുതി വെച്ച ബോർഡ് വരെ മറിഞ്ഞു വീഴുകയാണ്. അഖിൽ, വിനോദ, സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിൽ പ്രധാനപ്പെട്ട ഒരു നഗരം തന്നെയാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത്. എല്ലാ ഭരണശിലാ കേന്ദ്രത്തിൻ്റെയും എല്ലാ സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു നഗരം തന്നെയാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത്. അവിടെ മഴ പെയ്തു തുടങ്ങിയാൽ തന്നെ, അതായത് പെട്ടെന്നുണ്ടാകുന്ന മഴയിൽ മാത്രമാണ് തലസ്ഥാനത്ത് പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് ഉണ്ടാകുന്നത്. അത്തരത്തിലുണ്ടാകുന്ന വെള്ളക്കെട്ടുകൾ തന്നെ അതിവേഗം ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. കാരണം ഈ പെട്ടെന്നുണ്ടാകുന്ന മഴ കാരണം ഉണ്ടാകുന്ന വെള്ളക്കെട്ട് എന്ന് പറയുന്നത്, കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായ ഇടവേളകളിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താത്തതിൻ്റെ ഭാഗമായിട്ടാണ്. ആ ഓടകൾ വൃത്തിയാക്കാത്തതിൻ്റെ ഭാഗമായി, അതുപോലെ തന്നെ ഡ്രെയിനേജുകൾ വൃത്തിയാക്കാത്തതിൻ്റെ ഭാഗമായിട്ടൊക്കെ തന്നെ ആ വെള്ളം അടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. വെള്ളം അടയുന്നതിന് പിന്നാലെ തന്നെ നഗരസഭയിലെ ഉദ്യോഗസ്ഥരെത്തുന്നു, ക്ലീനിങ് സ്റ്റാഫ് എത്തുന്നു, ആ പ്രവർത്തകരെത്തുന്നു. അവർ ഉടനെ തന്നെ അവിടെ വൃത്തിയാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. മഴയുണ്ടാകും ഈ കാലയളവിലൊക്കെ തന്നെ എന്നും മനസ്സിലാക്കി അതിനുള്ള ഒരു നടപടിക്രമങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായ ഒരു കാരണം തിരുവനന്തപുരം പോലെ ഒരു നഗരത്തിലാണ് മാലിന്യം വൃത്തിയാക്കുന്നതിലേക്ക് വേണ്ടി, മഴക്കാല പ്രവർത്തനങ്ങളുടെ ഭാഗമായി മാലിന്യങ്ങൾ വൃത്തിയാക്കുന്നതിലേക്ക് വേണ്ടി, മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിലേക്ക് വേണ്ടി ഒരാൾ ഇറങ്ങുന്നു. അവിടെ അയാൾ മരണപ്പെടുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടാകുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും മഴക്കാല പൂർവ്വകാല ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ കാര്യമായി തലസ്ഥാന നഗരിയിൽ നടക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇതുപോലെ തന്നെയാണ് പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും പല ഗ്രാമപ്രദേശങ്ങളിലും എല്ലാം തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് നടക്കുന്നത്. വിനോദ്, അതെ, പൂർവ്വകാല ശുചീകരണ പ്രവർത്തനങ്ങളൊന്നും തന്നെ സമ്പൂർണ്ണമായി നടക്കുന്നില്ല, പറച്ചിൽ മാത്രമാണ് നടക്കുന്നത്. എവിടെ താമസിക്കണമെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ പുനലൂരിലെ ഒരു പ്രേക്ഷകൻ പറയുന്നുണ്ട്, പുനലൂരിലേക്ക് പോരൂ, അവിടെ 99% സേഫാണ് എന്ന് ഒരു പ്രേക്ഷകൻ, വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കോഴിക്കോട്ടേക്ക് പോകാം. അനഘ ഹർഷൻ ചേരുന്നു. അനഘ, അവിടെ ദുരിതമാണ്. അവിടെ കടൽ തീരത്ത് താമസിക്കുന്ന എത്രയോ പാവങ്ങളുടെ വീടുകൾ, അവർക്ക് താമസിക്കാൻ മറ്റ് ഇടങ്ങളില്ല. കടലിൻ്റെ ആ ഇരമ്പം അല്ലെങ്കിൽ കടലിൻ്റെ ക്ഷോഭം എല്ലാം ഏറ്റുവാങ്ങി അങ്ങനെ ജീവിതം ആ കടൽ കരയിൽ എല്ലാ അർത്ഥത്തിലും വലിയ വെല്ലുവിളികളോടെ അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അവിടുത്തെ ജീവിതം നമ്മൾ ഇപ്പോൾ അവിടെ എത്തുമ്പോൾ ഈ ക്യാമറയിൽ കാണുന്ന അല്ലെങ്കിൽ കുറച്ച് നിമിഷങ്ങൾ, കുറച്ച് മണിക്കൂറുകൾ മാത്രം നമ്മൾ അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് നമ്മൾ പോരുകയാണ്. പക്ഷേ 24 മണിക്കൂറും രാവും പകലും ഇത് അനുഭവിച്ച് ജീവിക്കുന്ന ഒരു സമൂഹം, ഇവരുടെ ദുരിതമറിയാൻ കൃത്യമായി അതിന് പ്ലാനിംഗ് ഇല്ല, കടൽ ഭിത്തികളില്ല. അവരാവശ്യപ്പെടുന്ന ഒരു സുരക്ഷാ സംവിധാനവും ആ കടൽക്കരയിൽ ഏർപ്പെടുത്തുന്നില്ല. അവരുടെ ജീവിതം എല്ലാ കാലത്തും വർഷങ്ങളായി, തലമുറകളായി അവർ ഇത് അനുഭവിക്കുന്നു. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവർ അടക്കം എല്ലാവരും ഈ കടലിൻ്റെ കരുണയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെയല്ലേ അനഘ? വിനോദ്, തീർച്ചയായും ഇവർക്ക് പരാതി പറഞ്ഞ് അധികൃതരുടെ മുന്നിൽ ചെന്ന് കരഞ്ഞു പറഞ്ഞിട്ടുണ്ട് പലതവണ. അതായത് തങ്ങളുടെ ജീവനും സ്വത്തിനും യാതൊരുവിധ സുരക്ഷിതത്വവുമില്ല. ഓരോ മഴക്കാലത്തും ആശങ്കയുടെ മുൾമുനയിലാണ് ഇവിടെയുള്ള ഓരോ വീട്ടുകാരും ജീവിച്ചു പോകുന്നത്. നമുക്ക് അറിയാം, നമ്മൾ ഈ അല്പസമയം മാത്രമാണ് ഇവിടെ നിന്നത്. എത്ര ഭീതിദായകമായിട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത് എന്ന് തന്നെ. വലിയ ഒരാളുടെ ഹൈറ്റിൽ, ഒരാൾ പൊക്കത്തിലൊക്കെ തിരമാല ഈ ഭാഗത്തേക്ക് അടിച്ചു കയറുന്നുണ്ട്. പലരുടെയും വീടിന്റെ പകുതി ഭാഗം തിരയെടുത്ത് പോയിട്ടുണ്ട്. എന്നിട്ടും അങ്ങനെ ആ രീതിയിലുള്ള ഒരു ആശങ്കയിലൂടെയാണ് ഇവിടെയുള്ള 400ഓളം കുടുംബങ്ങൾ കഴിഞ്ഞു പോകുന്നത്. ഇവർ പലതവണ കോർപ്പറേഷനോട് പരാതി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അത്തരത്തിൽ പരാതി പറയുന്ന സമയത്ത് മാത്രം അധികൃതർ ഇവിടേക്ക് എത്തും, പരിശോധിക്കും, വീണ്ടും തിരിച്ചു പോകും. ഇവിടെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ കടൽ ഭിത്തി അത് ശാശ്വതമായി ഒന്ന് ഉയർത്തിക്കെട്ടുക, അല്ലെങ്കിൽ കടൽ ഭിത്തി മാറ്റി നിർമ്മിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ തന്നെ ഇവർ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ വലിയൊരു പ്രതിസന്ധിക്ക് മാറ്റം ഉണ്ടാകുമെന്നാണ് ഇവർ പറയുന്നത്. അത് അധികൃതരെ സംബന്ധിച്ച് അവർക്ക് എളുപ്പം ചെയ്യാൻ കഴിയുന്ന ഒന്നുകൂടിയാണ്. പക്ഷേ ഇവർക്ക് മുന്നിൽ അവർ കണ്ണടക്കുകയാണ്. എന്തായാലും ഈ പ്രദേശത്തുള്ള ഒരാൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമ്മളിവിടെ നിൽക്കുന്നത് പോലും വലിയ ആശങ്കയോടെയാണ്. നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നത്? ജീവൻ കണ്ടവന് നേരമ്പളത്തെ ജീവൻ വന്ന് അല്ലെങ്കിൽ അല്ല അങ്ങനെ നിൽക്കുന്നുണ്ട്. നിങ്ങൾ അധികൃതരോട് പരാതി പറഞ്ഞില്ലേ? ഒരു വരുമ്പോ പറയും, നമ്മള് പറയലുണ്ട്, എല്ലാവരും പറയും. പറയുമ്പോ അത് നോക്കും. കല്ലുകൂട് മോലാസം പൊന്തിച്ചാല് സമാനത്തിൽ രാത്രി കുട്ടികളും വെച്ച് ഉറങ്ങാം, അത്ര തന്നെ. നിങ്ങൾ എത്ര പേരുണ്ട് ഇവിടെ? ഞങ്ങളിവിടെ 9 പേരുണ്ട്. ഈ തിരമാല വന്ന് ശരിക്കും ഈ വീടിന് മുകളിലേക്ക് അടിക്കും. അവിടം വരെ അടിച്ചു വരും. എന്നിട്ട് വീട്ടിൻ്റെ അകത്തോട് വെള്ളം വരും. മാറി താമസിക്കുന്നു. എവിടെ മാറാനും കുട്ടികളെയും കൊണ്ടൊക്കെ
ഇവിടെ തന്നെ താമസിക്കുന്നു. ഇത്ര നേരം കൈക്കോട്ടെടുത്ത് മണ്ണ് കൊത്തുകയായിരുന്നു. ഇവിടെയൊക്കെ മണ്ണ് കൊത്തി വെള്ളമൊക്കെ അങ്ങോട്ടേക്ക് ആക്കുകയായിരുന്നു. കുറച്ച് നേരത്തെ നല്ല കടലെടുക്കുകയായിരുന്നു. ഇപ്പോഴാണ് ലേശം കുറവായത്. നേരത്തെ നല്ലോണം വരുമ്പോൾ ഞാൻ കൈക്കോട്ടെടുത്ത് മണ്ണൊക്കെ എടുത്ത് അങ്ങോട്ട് വെള്ളം നോക്കിയതാ. അത് തന്നെയാണ് വിനോദ്, ഇവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇവർക്കിത് ശീലമായി, ജീവിതത്തിന്റെ ഒരു ഭാഗമായി, ഇനി ഒന്നും പ്രതീക്ഷയില്ല. എല്ലാ കാലത്തും എല്ലാ മഴക്കാലത്തും തങ്ങൾ ഇത് അനുഭവിക്കുകയാണ്. ഈ തിര ഈ ശക്തിയിൽ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ അടിച്ചു കയറുകയാണ്. അതുവരെ ഉണ്ടായിരുന്ന സമ്പാദ്യമൊക്കെ വെച്ചാണ് ഇവർ പലരും വീടൊക്കെ പണിതിരിക്കുന്നത്. ആ വീടൊക്കെ തന്നെ തിരയെടുത്ത് പോകുന്ന അതിസങ്കടകരമായ ഒരു കാഴ്ചയുണ്ട്. ആ കാഴ്ചയൊക്കെ കണ്ട് മരവിച്ചു പോയൊരു മനസ്സുമായി ജീവിക്കുന്ന ഒരുപാട് പേര് ഇവിടെയുണ്ട്. അതിലൊക്കെ തന്നെ ഏറ്റവും ഉപരി ഈ വീട്ടിലൊക്കെ തന്നെ കുട്ടികളുണ്ട്. 10-12 പേരൊക്കെ ഒരു വീട്ടിലുണ്ട്. പ്രായമായവരുണ്ട്. നമ്മളിപ്പോൾ സംസാരിച്ചവരും അങ്ങനെ തന്നെ പ്രായമായവരാണ്. മറ്റെവിടേക്കെങ്കിലും മറ്റൊരു സ്ഥലത്തേക്ക് പോലും പോകാൻ പറ്റാത്ത ആളുകളുണ്ട്. അങ്ങനെ ഒരുപാട് പേർ, 400 കുടുംബങ്ങൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 400 കുടുംബങ്ങളാണ് ഈ ഭാഗത്ത് ഇവിടെ ഇങ്ങനെ താമസിക്കുന്നത്. ഒരു സുരക്ഷിതത്വവും ഇല്ല. നമുക്ക് നമ്മുടെ ക്യാമറ കണ്ണിൽ കൃത്യമായി നമുക്കത് മനസ്സിലാവുന്നതാണ്. കാരണം കാലവർഷം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി വലിയ ശക്തമായ മഴ ഈ ഭാഗത്തുണ്ടാകും. ആ സമയത്ത് പോലും ഈ ഭാഗത്തേക്ക് ഈ രീതിയിലാണ് തിര ഓരോ നിമിഷവും അടിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇവിടെ എത്തിയ നിമിഷം മുതൽ തന്നെ വലിയ തിര അത് ഈ വീടിന് മുകളിലേക്ക് വരെ എത്തുന്ന സാഹചര്യമുണ്ട്. ഇവിടെ കുട്ടികളുണ്ട്. അവരുടെ കുട്ടികളുടെ ഒരു സുരക്ഷയെങ്കിലും നമ്മുടെ അധികൃതർ ഉൾക്കൊള്ളണം എന്ന് കൂടി മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. മാത്രമല്ല അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് കോഴിക്കോട് നൽകിയിരിക്കുന്നത്. റെഡ് അലേർട്ട് ആണ്. യാത്രകളൊക്കെ പോകുന്നവർ കൃത്യമായി ജാഗ്രത പാലിക്കണം. റോഡിൽ മാത്രമല്ല ഈ പ്രദേശത്തൊന്നും കറണ്ട് ഇല്ല. അതുകൊണ്ട് തന്നെ വൈദ്യുതി ലൈൻ പൊട്ടി വീഴുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അതുകൊണ്ട് കൃത്യമായി ജാഗ്രത പാലിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാവൂ എന്നൊരു നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത്. അങ്ങനെ ഒരു നിർദ്ദേശം നൽകുമ്പോൾ പോലും ഈ കരയത്ത്, ഈ കോതി കടപ്പുറത്ത് ഈ ഭാഗത്ത് ജീവിക്കുന്നവരുടെ ജീവിതത്തിന് എന്ത് സുരക്ഷിതത്വമാണ് സർക്കാർ അല്ലെങ്കിൽ കോർപ്പറേഷൻ നൽകുന്നത് എന്നതൊരു ഉത്തരം കൂടി പറയേണ്ടിയിരിക്കുന്നു. കാരണം ഒരു സുരക്ഷിതത്വവും ഇല്ലാതെ എങ്ങനെ തങ്ങൾ ഓരോ ദിവസവും കിടന്നുറങ്ങി രാവിലെ എഴുന്നേൽക്കുമ്പോൾ ജീവൻ ഉണ്ടായാൽ ഭാഗ്യം എന്ന് മാത്രമാണ് ഇവർ ഈ പറയുന്നത്. ഓരോ നിമിഷവും ശക്തമായ തിരയാണ് ഈ ഭാഗത്തേക്ക് അടിച്ചുകൊണ്ടിരിക്കുന്നത്. വിനോദ്, എന്തായാലും ഇവരുടെ ജീവനും സ്വത്തിനും അനഘ നിൽക്കുന്ന സ്ഥലത്തേക്ക് കൂടി തിര അടിച്ചു വരുന്നുണ്ട്. നമ്മൾ കാണുന്നുണ്ട്. കേരളത്തിലെ തീരദേശങ്ങളിലെല്ലാം ഇതാണ് അവസ്ഥ. കോഴിക്കോട് നിന്ന് കണ്ട അതേ സാഹചര്യമാണ്. തിരുവനന്തപുരം മുതൽ അങ്ങ് കണ്ണൂർ വരെയുള്ള, കാസർഗോഡ് വരെയുള്ള തീരദേശങ്ങളിൽ ഇതാണ് അവസ്ഥ. ഡോക്ടർ സുഭാഷ് ചന്ദ്രൻ, എല്ലാ കാലത്തും ഈ കാലവർഷം അല്ലെങ്കിൽ കടൽ തിര ഇത്തരത്തിൽ ശക്തമാകുമ്പോൾ പറയുന്നതാണ് കരകളിൽ അത്യാവശ്യമായി വേണ്ടത് ഈ പറഞ്ഞ പുലിമുട്ടുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കടൽ ഭിത്തികൾ ഒക്കെ നിർമ്മിച്ച് ഇവരെ സംരക്ഷിക്കണം എന്നുള്ളതാണ്. പക്ഷേ ഇതൊന്നും ശാശ്വതമായി നടക്കുന്നില്ല. കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് ഇതിൻ്റെ മറവിൽ നടക്കുന്നത്. കടലിൽ കൊണ്ട് എത്ര ലോഡ് കല്ലാണ് കൊണ്ട് ഇടുന്നത്? 10 ലോഡ് കല്ലിട്ടാൽ 50 ലോഡ് കല്ല് എന്ന് എഴുതുന്ന തരത്തിൽ ഒരു അത്തരത്തിലുള്ള അഴിമതിയാണ് ഇതിൻ്റെ പിന്നിൽ നടക്കുന്നത് കടൽ ഭിത്തി നിർമ്മാണത്തിൻ്റെ പേരിൽ. അതുകൊണ്ട് ഈ കടൽ ഭിത്തി നിർമ്മാണം ഓരോ ഘട്ടത്തിലും ഓരോ സർക്കാർ വരുമ്പോഴും കടൽ ഭിത്തി, പുലിമുട്ട് എന്നൊക്കെ പറഞ്ഞ് കോടിക്കണക്കിന് രൂപ മുടക്കുകയാണ്. പക്ഷേ ഇതൊന്നും ശാശ്വതമായി ഒരു സ്ഥലത്തും പുലിമുട്ട് സമ്പൂർണ്ണമായി അത് പൂർത്തീകരിച്ചിട്ടുമില്ല. എന്താണ് ഇതിന് ഒരു ശാശ്വത പരിഹാരം? മറ്റു രാജ്യങ്ങളിലൊക്കെ ഈ കടൽ തീരങ്ങൾ സംരക്ഷിക്കുന്നത് ഏത് രീതിയിലാണ് ഡോക്ടർ സുഭാഷ് ചന്ദ്രൻ? നമുക്കിപ്പോൾ നാഗപട്ടണം എന്ന് പറയുന്ന സ്ഥലമുണ്ട്, തമിഴ്നാട്ടിലാണ്. നാഗപട്ടണം എന്ന സ്ഥലത്ത് ഈ സുനാമി മറ്റു കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷവും അതിനു മുമ്പും ധാരാളം കാറ്റാടി പോലുള്ള വസ്തുക്കൾ പല രൂപത്തിൽ, കാറ്റാടി മാത്രമല്ല, ഞാൻ പല രൂപത്തിലുള്ള ചെടികളും ജൈവ പരിപാടികളൊക്കെ പരീക്ഷിച്ചിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ തീരങ്ങളിൽ വേറെ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്, നമുക്ക് ജൈവപരമായി പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഈ പറഞ്ഞ പോലെ ഇപ്പോൾ പുലിമുട്ടും പിന്നെ കല്ലിടലും ഒരു ആഘോഷമായി നമ്മൾ ചെയ്യുന്നൊരു സമൂഹമാണ്. ഒരുപാട് കല്ല് കൊണ്ടിടും, അതിനേക്കാൾ വലിയ ഇടുന്നതിനേക്കാൾ കൂടുതൽ കടലെടുത്തുകൊണ്ട് പോകുന്നൊരു കഥയുണ്ട്. എത്രയാണോ നമ്മൾ ഇട്ടിരിക്കുന്നത് അതിനേക്കാൾ കൂടുതലാണ് കടലെടുത്തുകൊണ്ട്. അതാണ് തമാശ. ഇപ്പോൾ 50 ലോഡ് കല്ലിടാൻ തീരുമാനിച്ചാൽ 15 ലോഡ് കല്ലിടും. പക്ഷേ പിന്നീട് കടലെടുത്തുകൊണ്ട് പോകുമ്പോൾ വരുന്ന കണക്ക് 100 ലോഡ് എടുത്തുകൊണ്ട് പോയെന്ന് കണക്ക് വരും. കാര്യം ഇത് കടലല്ലേ എടുത്തുകൊണ്ട് പോയത്, നമുക്കറിയാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് ഇടുന്നതും തട്ടിപ്പാണ്, അഴിമതിയാണ്. എടുത്തുകൊണ്ട് പോകുന്നതും മുഴുവൻ ഒരു അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിൻ്റെയും ഒക്കെ പരിപാടിയാണത്. അപ്പോൾ കടൽ തീരത്ത് താമസിക്കുന്ന 10-30 ലക്ഷം ആളുകളുടെ ജീവിതം ഇതുവരെ നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ടില്ല. കേരളം ഉണ്ടായി ഇന്ന് വരെ ഭൂപരിഷ്കരണ നിയമം ഉണ്ടായി, എല്ലാ കാര്യവും നമ്മൾ പറയുന്നു. പക്ഷേ പറയുമ്പോൾ അതിനകത്തൊക്കെ വലിയ ചതിയും വഞ്ചനയും ഒക്കെ നടന്നിട്ടുണ്ട്. ദളിതന്മാരുടെ കാര്യം, ഇപ്പോൾ മുത്തങ്ങയെ സംബന്ധിച്ചൊരു സിനിമയൊക്കെ വന്നിട്ടുണ്ട്, എല്ലാവരും പോയി കാണണം എന്താ സംഭവിച്ചിരിക്കുന്നതാണ്. ദളിതന്മാരുടെ കാര്യം, പട്ടികജാതി പട്ടികവർഗക്കാരുടെ കാര്യം, അതുപോലെ ദുരിതം പിടിച്ചൊരു സമൂഹമാണ് മത്സ്യത്തൊഴിലാളികൾ. അവർക്ക് കോടാനുകോടി രൂപയുടെ പദ്ധതികളാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളൊക്കെ വിഭാവനം ചെയ്യുന്നത്. പക്ഷേ
അവരടുത്ത് എത്തുമ്പോൾ ഈ പറഞ്ഞതുപോലെ അത് സ്വജനപക്ഷപാതത്തിൻ്റെ അഴിമതിയുടെയൊക്കെ ഫലമായി വെറും ഒരു കല്ലിടലോ കുറേ പുലിമൊട്ടോ എന്നൊക്കെ പറഞ്ഞുള്ള ഒരു സ്ഥിരം നാടക പരിപാടിയാണ് നടക്കുന്നത്. അതില്ലാതെ സമഗ്രമായൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി അവരെ പുനരധിവസിപ്പിക്കേണ്ടതാണെങ്കിൽ പുനരധിവസിപ്പിച്ച് മാറ്റേണ്ട സ്ഥലങ്ങളിൽ മാറ്റി സംരക്ഷിക്കേണ്ട സ്ഥലങ്ങൾ സംരക്ഷിച്ചു കൊണ്ടുപോകാൻ വളരെ കൃത്യമായൊരു മാസ്റ്റർ പ്ലാൻ നമുക്കില്ല എന്നുള്ളത് വളരെ ദുരന്തമാണ്. നമ്മളെപ്പോലെ തന്നെ പല രാജ്യങ്ങളും, ഇപ്പോൾ ഞാൻ ഈ ഫിൻലാൻഡിൻ്റെ കഥ പറഞ്ഞല്ലോ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടെന്ന് പറയുന്ന ഫിൻലാൻഡിൽ 6 മാസക്കാലം നല്ല ശൈത്യവും പിന്നെ കറണ്ടിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ശൈത്യത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, മഞ്ഞിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അവർ സന്തുഷ്ടരാണെന്ന് ലോകത്ത്. അതൊക്കെ പഠിക്കേണ്ടതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ തീരദേശത്തിൻ്റെ കഥയെടുത്താൽ 10-30 ലക്ഷം വരുന്ന മത്സ്യത്തൊഴിലാളികളെ ആരും കാണുന്നില്ല. അവർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന പദ്ധതികൾ ഇടനിലക്കാർ കൊണ്ടുപോകുന്നു. അവിടെ പോയി പ്രവർത്തനങ്ങൾ നടത്തിയെടുക്കുകയും എളുപ്പമല്ല. ആ ഒരു പാവപ്പെട്ട ജനങ്ങളായതുകൊണ്ട് അവരെ പല രൂപത്തിൽ രാഷ്ട്രീയക്കാരും മതസംഘടനകളും മറ്റ് സംവിധാനങ്ങളും ഒക്കെ ചെന്ന് തെറ്റിദ്ധരിപ്പിച്ച് അവർ പ്രതികരിക്കാൻ പോലും മനസ്സ് കാണിക്കാൻ കഴിയാത്ത, അവർ പ്രതികരിച്ചിട്ടും വലിയ കാര്യമൊന്നും ഇല്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. വളരെ പരിതാപകരമാണ് കോസ്റ്റൽ ഏരിയയിലെ മത്സ്യത്തൊഴിലാളികളുടെ കഥയെടുത്താൽ. സീസണുകൾ അവർക്ക് മറ്റ് തൊഴിലുകൾ ചെയ്യാൻ പറ്റുന്നില്ല, അവരെ കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയുന്നില്ല. ഇത്തരത്തിലുള്ള അപകട കാര്യങ്ങൾ വലിയ പ്രതിസന്ധിയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഈ പറഞ്ഞ അറബിക്കടലിലെയും ബംഗാൾ ഉൾക്കടലിലെയും ഒക്കെ പിന്നെ അതിശക്തമായ കാറ്റും അതും ഉണ്ടാക്കുന്ന പ്രതിസന്ധികളും വളരെ വലിയ ആശങ്കപ്പെടുന്നതാണ് നമ്മുടെ തീരദേശം. ഈ ആശങ്കയ്ക്ക് പരിഹാരമുണ്ടാക്കുന്നതിനുള്ള ഒരു പദ്ധതിയെക്കുറിച്ചും സമഗ്രമായി നമ്മൾ ചിന്തിക്കുന്നില്ല. എന്തെങ്കിലും ഒരു പ്രോഗ്രാം വന്നാൽ, അല്ലെങ്കിൽ ഇപ്പോൾ മഴ വന്നാൽ, മഴക്കെടുതി വന്നാൽ അവിടെ കളക്ടർ എത്തും, മന്ത്രി എത്തും, സന്നാഹമെല്ലാം ഓടിയെത്തും, താൽക്കാലികമായി ക്യാമ്പ് തുറക്കും, തൽക്കാലത്തേക്ക് എന്തെങ്കിലും ചെയ്യും. പിന്നെ വീണ്ടും നമ്മൾ സ്ക്വയർ 1 തന്നെ പോകുന്ന ഒരു ചർവണ പരിപാടിയുണ്ട്. സ്ഥിരമായി നടത്തുന്ന ഒരു ഈ ആണ്ടുതോറും നടത്തുന്ന ഉത്സവം എന്ന് പറയുന്ന പരിപാടിയുണ്ട്. അതല്ലാതെ സമഗ്രമായ ഒരു പദ്ധതി തീരദേശത്തിന് വേണ്ടി നാം ഇതുവരെ ചിന്തിച്ചിട്ടുമില്ല. സ്വതന്ത്ര കേരളത്തിൽ അതൊട്ടും നടക്കുന്നുമില്ല. ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ്, ചർച്ച അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നു. 1 മിനിറ്റ് കൂടി ബാക്കിയുണ്ട്. ഒരു കാര്യം കൂടി, നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഇതേപ്പറ്റിയൊന്നും ഒരു ധാരണയുമില്ല. ശരിക്കും വിദ്യാഭ്യാസത്തിൽ നമ്മുടെ പാഠ്യപദ്ധതിയിൽ എങ്ങനെ ഈ തീരദേശത്ത് താമസിക്കുന്നവർ, അല്ലെങ്കിൽ വനപ്രദേശത്ത് താമസിക്കുന്നവർ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഉള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ പ്രകൃതി ദുരന്തമുണ്ടായാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പ്രകൃതിയോട് എന്തൊക്കെ ചെയ്യാതിരിക്കാം, ഇത്തരം കാര്യങ്ങളിൽ പാഠ്യപദ്ധതിയിൽ കൂടി ഉൾപ്പെടുത്തേണ്ടതല്ലേ ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ്? വളരെ ഞാൻ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ പറയാം. വളരെ പെർട്ടിനൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പക്ഷേ ഇതാരാണ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ യൂത്തിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും കേരളത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോയി ഒരു കാലത്തും തിരിച്ചു വരാത്ത രീതിയിൽ അവിടെ സെറ്റിലായിട്ട് തിരിച്ചു വരിക എന്നുള്ളതാണ്. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കല്യാണം വേണ്ട എന്നുള്ള നിലയിൽ അവർ പറയുന്നൊരു പുതിയ തലമുറ വളർന്നു വരുന്നു. സോഷ്യൽ മീഡിയയിലാണ് അവർ 24 മണിക്കൂറും അതുമായി ബന്ധപ്പെട്ട് മൊബൈൽ, സോഷ്യൽ മീഡിയ, മറ്റ് ഘടകങ്ങളിലാണ് അവരുടെ സമയം കൂടുതൽ ചിലവഴിക്കുന്നത്. എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും എന്ത് ജോലി ചെയ്യാനും തയ്യാറാണ്. അങ്ങനെ ഒരു ട്രെൻഡ് ഇപ്പോൾ പുതിയ തലമുറ, ഇപ്പോൾ സ്വിഗ്ഗിയിലൊക്കെ വരുന്ന എത്രയോ നല്ല എഞ്ചിനീയർമാരൊക്കെ ഉണ്ട്. എന്ത് ജോലി ചെയ്യാൻ തയ്യാറാണ്, എങ്ങനെയും പണം ഉണ്ടാക്കുക എന്നുള്ള രീതിയിലേക്ക് വന്നു. അവരെ കേരളത്തിലെ വിദ്യാഭ്യാസം, നമുക്കിപ്പോൾ രാജ്യം എവിടെയാണെന്നറിയാം, സംസ്ഥാനം അറിയാം, പഞ്ചായത്ത് അറിയാം, ഇതൊക്കെ കുറേ അറിയാം. പക്ഷേ ഏത് ഭൂമിശാസ്ത്രത്തിലാണ് താമസിക്കുന്നത്, അവിടെ എന്തൊക്കെ ദുരന്തങ്ങളാണ് വരുന്നത്, അവിടെ എന്തൊക്കെ പ്രിക്കോഷൻ എടുക്കണം, എപ്പോഴാണ് മഴ വരുന്നത്, മഴയത്ത് എന്ത് ചെയ്യണം, വെയിലത്ത് എന്ത് ചെയ്യണം, കാറ്റത്ത് എന്ത് ചെയ്യണം, വരൾച്ചയ്ക്ക് എന്ത് ചെയ്യണം, വെള്ളപ്പൊക്കം വരുമ്പോൾ എന്ത് ചെയ്യണം, സുനാമി വരുമ്പോൾ എന്ത് ചെയ്യണം, എങ്ങനെയാണ് അവിടെ ജീവിക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു ഭൂസാക്ഷരത, ഒരു പരിസ്ഥിതി സാക്ഷരത, ഒരു കാലാവസ്ഥാ സാക്ഷരത ആർക്കുമില്ല എന്നുള്ളത് വളരെ പരിതാപകരമായ കാര്യമാണ്. ഇന്ന് റെഡ് അലർട്ട് പറഞ്ഞു, രാവിലെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓറഞ്ച് അലർട്ടായി. ആളുകൾ ഇതെന്താ ശ്രദ്ധിക്കുന്നത്? വേറെ തമാശ കൂടെ പറയുന്നത് അറിയാം. ഒരു ജില്ലയ്ക്കാകെയാണ് അലർട്ട് പറയുന്നത്. ഒരു ജില്ലയ്ക്കാകെ അലർട്ട് പറഞ്ഞാൽ ജില്ലയിലെ ഇപ്പോൾ വയനാട് ജില്ലയ്ക്കാകെ അലർട്ട് പറഞ്ഞു, വയനാട് ജില്ലയിലെ 10 ലക്ഷം ആളുകൾ മാറി താമസിക്കണോ? അങ്ങനെ പറ്റില്ലല്ലോ, പ്രായോഗികമല്ലല്ലോ. അപ്പോൾ ഇത് കുറേ കൂടി കൃത്യമായി പ്രാദേശിക തലത്തിൽ, പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ, വാർഡ് അടിസ്ഥാനത്തിൽ വലിയ സാക്ഷരത നടക്കേണ്ടതുണ്ട്. അവിടെ കുട്ടികളെയും മുതിർന്നവരെയും ഉദ്യോഗസ്ഥരെയും സകല ആളുകളെയും പഠിപ്പിച്ച് അവരുടെ ഭൂമിശാസ്ത്ര പ്രദേശത്തുണ്ടാകുന്ന ഓരോ ചലനങ്ങളെയും, മഴയെയും, കാറ്റിനെയും, വെള്ളത്തെയും, വെയിലിനെയും എല്ലാം പഠിക്കുന്ന, മനസ്സിലാക്കി പ്രതികരിക്കുന്ന, ഒരു പ്രകൃതിയോട് പ്രതികരിക്കുന്നൊരു സമൂഹമായി നമ്മളെ വളർത്തിയെടുക്കുക എന്ന് പറയുന്ന ഒരു ടാസ്ക് ഉണ്ട്. അത് എത്ര കണ്ട് നേരത്തെ നമ്മൾ ചെയ്യുമോ അത്ര കണ്ട് നമുക്ക് പിന്നെ പുത്തുമലയും കവളപ്പാറകളും ഒക്കെ കുറയ്ക്കാം, നമ്മുടെ തീരദേശമൊക്കെ നമ്മൾ സംരക്ഷിക്കും. ഇതുവരെ ആരുടെയും അജണ്ടയിൽ വന്നില്ല എന്നുള്ളത് വളരെ ഗൗരവതരമായ വിഷയമാണ്. ജനം ടി വി ഇപ്പോഴിത് ചൂണ്ടിക്കാണിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരുപക്ഷെ ചാനലിന് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയേക്കാം, ഒരു ലിറ്ററസി പ്രോഗ്രാമൊക്കെ എടുക്കാൻ പറ്റിയേക്കാം. നമ്മുടെ കേരളത്തിൽ മലനാട് മുതൽ തീരം വരെ എടുത്താൽ
ഓരോ വിഭാഗം ജനങ്ങളും അറിഞ്ഞിരിക്കേണ്ടത് എങ്ങനെയാണ്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞ് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കാം. ആലപ്പുഴയിൽ കപ്പ നടുന്നത് പോലെയാണ് ഇടുക്കിയിലും കപ്പ നടുന്നത്. ആലപ്പുഴയിൽ തെങ്ങ് നടുന്നത് പോലെയാണ് ഇടുക്കിയിലും കൊണ്ട് തെങ്ങ് നടുന്നത്. എങ്ങനെയാണ് ഇടുക്കിയിൽ അങ്ങനെ തെങ്ങ് നട്ടാലും കപ്പ നട്ടാലും മണ്ണൊലിപ്പ് ഉണ്ടാവാതിരിക്കുക? അപ്പോൾ കൃഷി രീതികളിൽ, കാർഷിക വിളകളിൽ എല്ലാം സമഗ്രമായ ഒരു സാക്ഷരത നമുക്ക് ആവശ്യമാണ്. പ്രകൃതിയെ പഠിച്ചില്ല എങ്കിൽ പ്രകൃതി നമ്മളെ പഠിപ്പിക്കും. അതുകൊണ്ട് കാലവർഷത്തിൻ്റെ ദുരിതങ്ങൾ മനസ്സിലാക്കി ജീവിക്കാൻ നമ്മൾ എത്രയോ മുമ്പ് പഠിച്ചേ മതിയാകുള്ളൂ. ഇടിവെട്ടി ദുരിത പെയ്ത്തിലാണ് ഇടവപ്പാതി. കാലവർഷം ഇക്കുറി നേരത്തെ തന്നെ എത്തി. ഇന്ന് 14 ജില്ലകളിലും ഓറഞ്ച് അലേർട്ടായിരുന്നു. മിക്ക ജില്ലകളിലും മരങ്ങൾ വീണും മണ്ണിടിഞ്ഞും ഗതാഗതം തടസ്സപ്പെട്ടു. ഈ മണിക്കൂറിൽ നമ്മൾ ചർച്ച ചെയ്തതും ഈ വിഷയം തന്നെയാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്തത് ദുരന്ത നിവാരണ വിദഗ്ധൻ ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ്, അതേപോലെ തന്നെ കൊച്ചി നാവിക കേന്ദ്രത്തിൽ നിന്നും ജിജീഷ് കരുണാകരൻ, തിരുവനന്തപുരത്ത് നിന്ന് അഖിൽ പാലോട്ടുമടം, അതുപോലെ തന്നെ കോഴിക്കോട് നിന്ന് അനഘ ഹർഷൻ എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തത്. എല്ലാവർക്കും നന്ദി, പ്രേക്ഷകർക്കും നന്ദി. ഈ സൺഡേ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്തേ.